പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി വെള്ളിയാഴ്ച സർവീസായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓരോ ആഴ്ചയും വളരെ വ്യത്യസ്തതയുള്ള, വളരെ ആഴമുള്ള ദൈവിക ദൂതുകൾ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൈമാറുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന ദേശത്ത്, നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് തൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിനെ അയച്ച് നമ്മളെ തൻ്റെ ആത്മാവിൽ പൂർണ്ണതയിൽ ഒന്ന് മുങ്ങി, ഒന്ന് നീന്തി കടക്കുവാൻ ദൈവം ഓരോ ആഴ്ചയും നമ്മളെ സഹായിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സന്ധ്യാസമയം ഒരു പ്രാവശ്യം കൂടി നമുക്ക് നമ്മുടെ അപ്പൻ്റെ പാദപീഠത്തിൽ അടുത്ത് വരാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗപിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്നു. അപ്പ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ പാദപീഠത്തിനോട് അടുത്ത് വരുന്നു. അപ്പ, അങ്ങയുടെ മക്കളോടൊപ്പം കർത്താവെ ഈ കൂട്ടായ്മയായി കൂടി വരുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് തരുന്ന ഈ വലിയ ഭാഗ്യത്തിനായി നന്ദി കർത്താവെ. അതിനായി അങ്ങ് നൽകിയിരിക്കുന്ന ഈ മാധ്യമത്തിനായി നന്ദി കർത്താവെ. പരിശുദ്ധാത്മാവെ, അങ്ങേക്ക് പ്രവർത്തിക്കുവാൻ ഒരു പരിമിതികളുമില്ലല്ലോ. ഇന്ന് സന്ധ്യാസമയം പരിമിതികൾക്കപ്പുറം തൻ്റെ മക്കളെ അങ്ങയോടെ ആത്മാവിൻ്റെ നിറവിൽ അങ്ങ് നിറയ്ക്കാൻ പോകുന്നതിനായി നന്ദി. പരിമിതികൾക്കപ്പുറം അവർക്ക് പ്രവർത്തിക്കുവാനുള്ള ആത്മശക്തി അവരുടെ മേൽ അങ്ങ് കൈമാറാൻ പോകുന്നതിനായി നന്ദി. അപ്പം ഞങ്ങളുടെ ആ വ്യക്തിത്വത്തിലേക്ക് അങ്ങ് ഞങ്ങളെ തിരിച്ചൊന്നുകൂടി പുനഃസ്ഥാപിക്കാൻ പോകുന്ന കൃപകൾക്കായി നന്ദി പറയുന്നപ്പ. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. മഹത്വം പുകഴ്ച അങ്ങേക്ക് മാത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ ഓരോ ആഴ്ചയും പരിശുദ്ധ ആത്മാവ് വളരെ വ്യക്തമായി നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഓരോ ആഴ്ച കഴിയുമ്പോഴും, നിങ്ങൾ അടുത്ത ആഴ്ച കൂടി വരുന്നതിന് മുമ്പ് പരിശുദ്ധ ആത്മാവ് നമ്മളോട് സംസാരിച്ച ദൂതിന് മുൻപാകെ സമർപ്പിച്ച് ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന ആ മാറ്റത്തെ ഒന്ന് ഉൾക്കൊണ്ട് ആ അപ്പൻ നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യും എന്ന് പ്രതീക്ഷിച്ച് നമുക്ക് ഓരോ നിമിഷവും അപ്പൻ്റെ പാദപീഠത്തിനോട് അടുത്ത് വരാം. ഇന്ന് സന്ധ്യാസമയം ആ കർത്താവ് നമുക്ക് വേണ്ടി വലിയത് ചെയ്യുവാൻ ശക്തിയുള്ളവനാണെന്ന്, ആ ദൈവം നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായത് നമ്മുടെ മേൽ കൈമാറുവാൻ നമ്മളോട് അത്രയ്ക്ക് സ്നേഹമുള്ള നല്ല അപ്പനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ അധരങ്ങളെ തുറന്ന് കരങ്ങളെ ഉയർത്തി പൂർണ്ണ ശക്തിയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുമില്ല നീയൊഴികെ ചാരുവാൻ ഒരാൾ പാരിലെൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാൻ ഒരാൾ പാരിലെൻ പ്രിയ. നീറി നീറി ഖേദങ്ങൾ മൂലം എരിയും നിൻ മാനസം. നീറി നീറി ഖേദങ്ങൾ മൂലം എരിയും നിൻ മാനസം. നിൻ തിരുമാർവിൽ ചാരുമ്പോഴല്ല ആശ്വസിക്കുമോ, ആശ്വസിക്കുമോ. എന്നുടമസ്ഥനെ, എന്നുടയോനെ, rayon corrie me enurayone henion de menieti el meniete cananariane menio ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരമേറിയാലും
യേശു രക്ഷകനൻ താങ്ങും തണലുമായി അവനെന്നെ മറക്കുകയില്ല മൃത്യുവിലും കൈവിടില്ല അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും തുമ്പം ദുഃഖങ്ങളതിൽ ചേർന്ന് പാടിയാട്ടെ തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ യേശുവിൽ എൻ തോഴനെ കണ്ടേ എനിക്കെല്ലാമായവനെ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ ഒരിക്കൽ കൂടെ യേശുവിൽ എൻ തോഴനെ യേശുവിൽ എൻ തോഴനെ കണ്ടേ എനിക്കെല്ലാമായവനെ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ I have found a friend in Jesus. He's everything to me. He's the fairest of 10,000 to my soul. Yeshu മേലായ നാമം രക്ഷകനേശു അവൻ രാജാധിരാജൻ ഇമ്മാനുവേൽ നമ്മോട് കൂടെ സ്തുതിക്കു യോഗ്യൻ ജീവനാഥൻ സഭയോ ഞങ്ങളോട് കൂടെ ഒരുമിച്ച് ഒരിക്കൽ കൂടെ പാടാമോ ഓ ഇമ്മാനുവേൽ അവൻ നമ്മോട് കൂടെ സ്തുതിക്കു യോഗ്യൻ ജീവനാഥ ജീവനാഥ പ്രൈസ് ദി ലോർഡ് നമ്മൾ പാടി യേശുവിൽ എൻ തോഴനെ എൻ്റെ മിത്രത്തെ ഞാൻ കണ്ടിരിക്കുകയാണ് എൻ്റെ ഭാരമെല്ലാം ചുമന്നോളാമെന്ന് അവൻ ഏറ്റിരിക്കുകയാണ് പ്രൈസ് ദി ലോർഡ് പിന്നെ നമ്മൾ പാടി ഇമ്മാനുവേൽ നമ്മോട് കൂടെ ഹല്ലേലൂയ ഈ വാഗ്ദത്തം പറഞ്ഞ കർത്താവ് അവൻ നമ്മോട് കൂടെ പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്കറിയാം നിങ്ങൾ ലോകമെമ്പാടും നമ്മളെല്ലാവരും കേൾക്കുന്ന ന്യൂസും നമ്മൾ അറിയുന്ന വിവരങ്ങളും നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം ഭീതി ഉളവാക്കുന്നതാണ് നമ്മുടെ വിശ്വാസത്തെ കെടുത്താൻ ശ്രമിക്കുന്നതാണ് ഭയം ഉളവാക്കി നമ്മളെ വേറെ ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് പക്ഷെ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവസഭ ദൈവമക്കൾ വിശ്വാസികളായ നാം അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ഹല്ലേലൂയ അവൻ്റെ വരവിനായി കാത്തിരിക്കുന്ന നമ്മൾ അവൻ ഏക സത്യ നിത്യ ദൈവമാണെന്നുള്ള സത്യം വിശ്വസിക്കുന്ന നമ്മൾ ഈ സമയത്ത് ഭയപ്പെടുകയല്ല പക്ഷെ നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ ഒന്ന് ഉയർത്തി ഹല്ലേലൂയ നമ്മുടെ സ്നേഹം ഒന്നുകൂടെ ഒന്ന് ഉയർത്തി പ്രൈസ് ദി ലോർഡ് അവന് അർഹിക്കുന്ന ആരാധന അവന് അർഹിക്കുന്ന സ്നേഹം അവന് അർഹിക്കുന്ന സ്തുതി അർപ്പിക്കേണ്ട സമയമാണ് നിമിഷങ്ങളാണ് ദിവസങ്ങളാണ് ഹല്ലേലൂയ ഇതാ കാലഘട്ടമാണ് പ്രൈസ് ദി ലോർഡ് ഭയപ്പെടാൻ നമുക്ക് കാരണമില്ല കാരണം നാം പാടിയത് ഇമ്മാനുവേൽ നമ്മോട് കൂടെ പ്രൈസ് ദി ലോർഡ് നമ്മുടെ തോഴനെ നാം കണ്ടിരിക്കുകയാണ് അവൻ നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാമെന്ന് അവൻ 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 വാഗ്ദത്തം അരുളിയിരിക്കുകയാണ് പ്രൈസ് ദി ലോർഡ് അതുകൊണ്ട് ഇനി ഭയമില്ല അതുകൊണ്ട് ഇനി ഭീതിയില്ല
പ്രൈസ് ദി ലോർഡ്. നാളത്തെ പറ്റിയുള്ള വിചാരമില്ല, ജീവിക്കുമോ മരിക്കുമെന്നുള്ള ഭയമില്ല. കാരണം അവൻ ജീവന്റെ ഉടയവനാണ്, അവൻ സാക്ഷാൽ ജീവൻ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും അവൻ മരിക്കയില്ല. പക്ഷെ പുതിയ ജീവൻ തന്ന ദൈവം. ഹല്ലേലൂയ. അധികമായ ജീവനെ തരുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയത്തെ മാറ്റി, ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവൻ്റെ സന്നിധിയിൽ വചനം നാം കേൾക്കാൻ പോവുകയാണ് ഇതിനു ശേഷം. പക്ഷെ വചനം കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ നിലത്തെ നമുക്കൊന്ന് ഒരുക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് ആഘോഷിക്കാം, നമുക്കൊന്ന് സ്തുതി കരയറ്റാം. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ചേർന്ന് ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. ചേർന്ന് പാടിയട്ടെ. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയോ. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കൈയിൽ വരിച്ചിടുമെന്ന്. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കൈയിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ ഭയപ്പെടേണ്ട. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോ. ഓ എണ്ണമില്ലാതുള്ള ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ. ചേർന്ന് പാടിയട്ടെ വിശ്വാസത്തോടെ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോ. ഓ എണ്ണമില്ലാതുള്ള അറോയമോരതനെ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഓ ഹല്ലേലൂയ തുതിയുമക്കേ, ഹല്ലേലൂയ തുതിയുമക്കേ, ഹല്ലേലൂയ തുതിയുമക്കേ, ഹല്ലേലൂയ തുതിയുമക്കേ. വാലാക്കമൽ എന്നെ തലയാക്കുവീർ, കീഴാക്കമൽ എന്നെ മേലാക്കുവീർ. വാലാക്കമൽ എന്നെ തലയാക്കുവീർ, കീഴാക്കമൽ
ആമേൻ. വാലാക്കമൽ എന്നെ തലയാക്കുവീർ, കീഴാക്കമൽ എന്നെ മേലാക്കുവീർ. വാലാക്കമൽ എന്നെ തലയാക്കുവീർ, കീഴാക്കമൽ എന്നെ മേലാക്കുവീർ. ഹല്ലേലൂയ തുതിയുമക്കേ, ഹല്ലേലൂയ തുതിയുമക്കേ, ഹല്ലേലൂയ തുതിയുമക്കേ, ഹല്ലേലൂയ. Oh, hallelujah, തുതിയുമക്കേ, hallelujah. ചേർന്ന് പാടിയട്ടെ, hallelujah. Hey, come on. Oh, ആരാധന ആരാധന, യാഹ് എന്ന ദൈവത്തിന് ആരാധന. ഓ ആരാധന ആരാധന, ഒരിക്കൽ കൂടെ ആരാധന ആരാധന, യാഹ് എന്ന ദൈവത്തിന് ആരാധന. ഓ ആരാധന ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം. ഒരിക്കൽ കൂടെ കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം, നന്മ ലഭിച്ചോരെല്ലാം. ചേർന്ന് ഒരിക്കൽ കൂടെ ആരാധന ആരാധന, യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന, യാഹ് എന്ന ദൈവത്തിന് ആരാധന. ഓ ആരാധന ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന, യാഹ് എന്ന ദൈവത്തിന് ആരാധന. ഓ ആരാധന ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. യാബോക്ക് എന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗ്രഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന. യാബോക്ക് എന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. ഇറങ്ങി വന്ന ഓ ഇസ്ഹാക്കിന്റെ, ഒരിക്കൽ കൂടെ ഓ യാബോക്ക് എന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗ്രഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന, യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ഓ ആരാധന. ഓ മധുരിയന്തേ, ഓ മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. കർമ്മേൽ എന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. കർമ്മേൽ എന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. ഓ ആരാധന ആരാധന, യാഹ് എന്ന ദൈവത്തിന് ആരാധന. ഓ ആരാധന ആരാധന, ഓ ആത്മാവിലും സത്യത്തിലും ആരാധന. കൂടെ ആരാധന ആരാധന, യാഹ് എന്ന ദൈവത്തിന് ആരാധന. ഓ ആരാധന ആരാധന,
യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-അതിശ്രേഷ്ഠനവൻ. ചേർന്ന് യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-അതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാൻ നിന്നെ സ്തുതിക്കും, ഞാൻ നിന്നെ വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയം. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയം. ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാൻ അങ്ങെ സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്. മഹത്വത്തിനും യാഗത്തിനും സ്വന്തം, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. മഹത്വമേ 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 മഹത്വം തൻ നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യരെല്ലാ നാളും. പടവകൾ മൃഗജാതി ഇഴയുന്ന ജന്തുക്കളും, പടവകൾ മൃഗജാതി ഇഴയുന്ന ജന്തുക്കളോ. രാജാക്കൾ മഹത്തുക്കൾ പ്രഭുക്കന്മാർ വംശകരാജാക്കൾ മഹത്തുക്കൾ പ്രഭുക്കന്മാർ വംശകരക്ഷകരേ. ആമേൻ. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്. മഹത്വത്തിനും യാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. മഹത്വമേ 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 മഹത്വം തൻ നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തൻ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളവും, സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളവും താരങ്ങളോ. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരോ. ചേർന്ന് പറയട്ടെ. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരോ. തപ്പുകൾ കിന്നരം കൈത്താളമേളത്താൽ, തപ്പുകൾ കിന്നരം കൈത്താളമേളത്താൽ, തപ്പുകൾ കിന്നരം കൈത്താളമേളത്താൽ വാഴ്ത്തിയിടട്ടെ.
ഒരിക്കൽ കൂടെ ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരോ ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരോ കാപ്പുകൾ കിന്നരം കൈത്താളമേളത്താൽ കപ്പുകൾ കിന്നരം കൈത്താളമേളത്താൽ വാഴ്ത്തിയിടട്ടെ വാഴ്ത്തുമേ മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന് ഓ മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന് മഹത്വത്തിനും സ്തോത്രയാഗത്തിനും മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളൂ ഹല്ലേലൂയ തുതിയുമക്കേ ഹല്ലേലൂയ തുതിയുമക്കേ ഹല്ലേലൂയ തുതിയുമക്കേ ഹല്ലേലൂയ തുതിയുമക്കേ ഹല്ലേലൂയ തുതിയുമക്കേ ഹല്ലേലൂയ തുതിയുമക്കേ ഓ ഹല്ലേലൂയ തുതിയുമക്കേ ഹല്ലേലൂയ ഓ ബാലാക്കമൽ എന്നെ തലയാക്കുതി കീഴാക്കമൽ എന്നെ മേലാക്കുതി ബാലാക്കമൽ എന്നെ തലയാക്കുതി കീഴാക്കമൽ എന്നെ മേലാക്കുതി ഹല്ലേലൂയ തുതിയുമക്കേ 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 ഓ ഹല്ലേലൂയ തുതിയുമക്കേ ഓ ഹല്ലേലൂയ തുതിയുമക്കേ മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന് മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന് മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ എല്ലാ നാളും ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന സമയം നമുക്ക് ദൈവസന്നിധിയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആരാധന കാണുക മാത്രമല്ല, എന്നാൽ അതിൻ്റെ അകത്ത് പങ്കാളികളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആരാധനയിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മളെ വളരെ വ്യത്യസ്തതയുള്ള ഒരു ആത്മതലത്തിലേക്ക് നയിച്ചു എന്നെനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ആത്മതലത്തിൽ നിന്ന് ഇന്ന് സന്ധ്യാസമയം ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൂതിൻ്റെ മുൻപാകെ അത് നമ്മുടെ മേൽ കൈമാറപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ടി ദൈവത്തിന് നന്ദി പറയാം. ദൈവജനം നമ്മളോട് പങ്കിടുവാൻ സഭയുടെ സീനിയർ പാസ്റ്റർ എൻ്റെ ആത്മീയപിതാവ് പാസ്റ്റർ സന്തോഷ് വർഗീസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആരുമില്ല നീയൊഴികെ ചാരുവാൻ ഒരാൾ പാരിലെൻ പ്രിയ ആരുമില്ല നീയോ. ദൈവത്തിന്റെ മഹത്വം. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം. I greet you all in the sweet and matchless name of our Lord and Savior Jesus Christ. ഈ ഏപ്രിൽ മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം തരുന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for giving us the opportunity to come together in this fashion on the last week of this month of April. ഈ ഏപ്രിലിലും ദൈവം അത്ഭുതകരമായി നമ്മളെ നടത്തി. God helped us miraculously in this month of April. പല തരത്തിൽ നമ്മളെ ഭയപ്പെടുത്താൻ വ്യാധികൾ ശ്രമിച്ചു. So many plagues tried to scare us. പക്ഷേ സ്വർഗം അതിന്റെ മേൽ നമുക്ക് ജയം തന്നു. But the heaven gave us victory over it. നമ്മളെ സൂക്ഷിച്ച് മാറ്റി നിർത്തുന്ന പോലെ ദൈവം മാറ്റി നിർത്തും. God protected us and isolated us and kept us. കാരണം ദൈവം ബാധയിൽ നിന്ന് തൻ്റെ ജനത്തെ സുരക്ഷിതമാക്കുന്ന ദൈവമാണെന്ന് നമ്മളോട് പഴയ നിയമത്തിൽ തന്നെ കാണിച്ചു തന്ന ദൈവം. Our God has shown us in Old Testament itself how God protects his people from the plague. അതുകൊണ്ട് ധൈര്യത്തോടെ ഇരിക്കുക.
ഒരു ബാധയും നിന്നെ തൊടത്തില്ല. And so be of good courage, no plague shall touch you. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ എഴുതിയ ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. That's why the psalmist wrote this way, that no plague will come near your house. നിന്റെ നാവിലെ അധികാരം നീ ഉപയോഗിക്കുക. Use the authority that is over your tongue. ലോകം സംസാരിക്കുന്ന ഇൻഫർമേഷനുകൾ കേട്ടിട്ടല്ല നിന്റെ നാവ് സംസാരിക്കണം. Your mouth should not speak according to the information that the world is giving you. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു പുസ്തകം നിന്റെ കയ്യിലുണ്ട്. You have a book that controls this world. ഈ ലോകത്തിൽ എന്തൊക്കെ നടക്കണമെന്ന് നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ഒരു പുസ്തകം ഇവിടെ ഉണ്ട്. There is a book that we have that has told us what we have to speak to the ഈ world. ലോകത്തിൽ ഇനി എന്ത് നടക്കുമെന്ന് പറയുന്നത് ഈ പുസ്തകം തന്നെ. We have this book tells us what is going to happen to this world. അതേ പുസ്തകം നമ്മുടെ സുരക്ഷിതത്വം പറയുന്നുണ്ട്. And the same book speaks about our protection. അത് നമ്മളുടെ അവകാശമാണ്. And that protection is our right. അതുകൊണ്ട് നമ്മുടെ നാവിൽ തന്ന അധികാരത്താൽ ഈ പുസ്തകം എന്തു പറയുന്നു ആ സംരക്ഷണം വിളിച്ചു പറയണം. And so the protection that this book speaks about, use the authority of your tongue and declare that protection. നമ്മുടെ നാവിൽ ജീവനുമുണ്ട് മരണമുണ്ട്. Remember this, that there is life and death in our tongue. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ നാവിൽ ജീവനുമുണ്ട് മരണമുണ്ട്. I say this once more, there is power of life and death over our tongue. നീ എന്താ ആഗ്രഹിക്കുന്നു അത് വിളിച്ചു പറ. What you desire, declare it. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അകത്ത് ദൈവത്തിന്റെ ശബ്ദമുള്ളവന് ജീവനെ പറയാൻ കഴിയും. Like I said, the one who has the God inside him, he can only speak life. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കൽ പോലും മരണത്തെക്കുറിച്ച് പറഞ്ഞില്ല. When Jesus was on this earth, he never spoke about death. തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. He spoke about his own death. പക്ഷെ ഒരുത്തനെ നോക്കി മരണം പറഞ്ഞില്ല. But he never looked at someone and spoke about his death. മരണത്തെ പോലും നോക്കി ജീവൻ എന്നാ പറഞ്ഞു. He looked at death also and declared it as life. നിങ്ങൾ അതുകൊണ്ട് ധൈര്യത്തോടെ വിളിച്ചു പറ. And so declare it with great boldness. അതിന്റെ കാരണം എന്താ? നിറവേറാനുള്ള വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേലുണ്ട്. Because there are promises over you that has yet to be fulfilled. വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനാ. The one who has promised is faithful. അവൻ അത് നിറവേറ്റും. He will fulfill it. ആ വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ And if you have that promise over നീ your life, മരണത്തെ കുറിച്ചല്ല ചിന്തിക്കണ്ടേ. then you don't have to think about death. നീ ധൈര്യത്തോടെ വാ തുറന്ന് ജീവൻ വിളിച്ചു പറ. You declare life with great ആ boldness. ജീവന്റെ ശക്തി നിന്നിലൊന്ന് വ്യാപരിക്കട്ടെ. Let the power of life manifest in you. ജീവന്റെ വെളിച്ചം നിന്നിലൊന്ന് Let വ്യാപരിക്കട്ടെ. the light of life manifest in you. നീ വ്യത്യസ്തനായി മാറട്ടെ. Let you become a unique person. ഇത് മനസ്സിലായത് ഞാൻ I വിചാരിക്കുന്നു. hope you've understood this. അതുകൊണ്ട് ജീവനായിരിക്കട്ടെ നിങ്ങളുടെ നാവിലത്തെ ശബ്ദം. And so let the sound that comes from your mouth be the sound of life. ആത്മാവ് പറയുന്നതുകൊണ്ട് പറയുന്നു, ഈ ലോകം തരുന്ന ഇൻഫർമേഷൻ കേട്ടിട്ട് നീ ഒരു വാക്കം പറഞ്ഞേക്കല്ലേ. I am speaking this as inspired by Holy Spirit. Do not use your mouth to speak things by what you hear from the world. എന്ന് പറഞ്ഞാൽ കോവിഡിന്റെ രണ്ടാമത്തെ വരവ് ഒത്തിരി ഡേഞ്ചറാന്നൊക്കെ പറയുന്നുണ്ട്. You are hearing the news about how the second wave of COVID is so dangerous. കോവിഡ് എത്ര ഡേഞ്ചറാന്നേലും No matter how dangerous COVID is, ദൈവവൈദ്യൽ എത്രയും സുരക്ഷിതമാണെന്നുള്ളത് ചിന്തിക്കുക. you start thinking about how protective or what kind of protection is over a child of God. കോവിഡിന്റെ രണ്ടാമത്തെ വരവ് സ്ട്രോങ് ആയതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഇച്ചിരി കൂട്ടാമെന്ന് പറഞ്ഞ് എന്റെ ദൈവത്തിന് അബദ്ധം പറ്റിയിട്ടില്ല. And so, hey, the second wave of COVID is so dangerous, so let me just increase my protection. God has not said anything of that sort. കാരണം ഓൾറെഡി അതിന്റെ മേളിലുള്ള പ്രൊട്ടക്ഷൻ എനിക്കുണ്ട്. Because the protection that came to me from God is more than able to encounter any kind of wave of corona. സകല സാത്താന്റെ പദ്ധതികളുടെ മേലും എനിക്ക് സുരക്ഷിതത്വമുണ്ട്. I have protection over every tricks in the plan of the enemy. കാരണം ഞാൻ നിൽക്കുന്നത് അവന്റെ വാഗ്ദത്തത്തിലും കൃപയിലുമാണ്. Because I am standing on his promises and grace. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്കായിരിക്കാം. And so let us be of good courage. ചില ആഴ്ചകളായി ദൈവാത്മാവ് നമ്മളോട് ഒരു പ്രത്യേക സബ്ജക്റ്റ് സംസാരിക്കുക. For quite some weeks, God has been speaking to us on a particular topic. അതൊരു വ്യത്യസ്ത രീതിയിലാണ് ദൈവം നമ്മളോട് സംസാരിച്ചത്. And God has been speaking to us in a very unique way. ഈ വേദപുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തലമുറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. The uniqueness of Bible gives a lot of importance to generations. ജനറേഷനുകളിലേക്ക് അത്ഭുതങ്ങളെ കൈമാറുന്ന ഒരു പുസ്തകമാണ് ഈ വേദപുസ്തകം. Bible is a book that imparts breakthroughs for generations to generations. ഈ ജനറേഷനിലേക്ക്
വാഗ്ദത്തങ്ങളെ കൈമാറുന്ന പുസ്തകമാണ് വേദപുസ്തകം. Bible is a book that transfers the promises and covenants from one generation to the other generation. ജനറേഷനുകളിലേക്ക് ചരിത്രത്തെ കൈമാറുന്ന പുസ്തകമാണ് വേദപുസ്തകം. Bible is a book that imparts history from one generation to the other generation. ജനറേഷനുകളിലേക്ക് അഭിഷേകത്തെ കൈമാറുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. This book imparts anointing from one generation to the other generation. ജനറേഷനുകളിലേക്ക് പിതാക്കന്മാരുടെ അവകാശത്തെ കൈമാറുന്ന പുസ്തകമാണ് ഈ The പുസ്തകം. inheritance of the fathers are imparted from one generation to the other generation. ജനറേഷനുകളിലേക്ക് ബ്ലെസ്സിങ്ങിനെ കൈമാറുന്ന പുസ്തകമാണ് ഈ The പുസ്തകം. blessings are imparted from one generation to another generation in this Bible. ജനറേഷനുകളിലേക്ക് പിതാക്കന്മാരുടെ വിളിയെ പൂർത്തീകരിക്കുന്ന പദ്ധതിയെ കൈമാറുന്ന പുസ്തകമാണ് ഇത്. The plan of fulfilling the calls over the father's life from one generation to the other generation is imparted, and that is mentioned in this Bible. അപ്പൻ തുടങ്ങിയത് മക്കളെ കൊണ്ട് പൂർത്തീകരിക്കുന്ന ഉൽപ്പത്തിയിൽ തന്നെ ആരംഭിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. Our God began in Genesis itself, where the works of the Father was completed by the Son. അതുകൊണ്ടാണ് ദൈവം ആദ്യത്തെ ദൈവത്തിന്റെ സൃഷ്ടിയെ നോക്കിയിട്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകണം. And that's why when God looked at his creation, he said, you have to be fruitful and multiply. കർത്താവിന്റെ ആ മനസ്സൊന്ന് നോക്കിക്കേ. Look at the heart of the God. അതിന് കർത്താവ് എന്താ ചെയ്തേ? What did Lord do there? ഈ ദൂത് കൈമാറുന്നവൻ അവന്റെ സ്വരൂപം കൊടുത്തു. When he was imparting the promise to the creation, he gave his own image to this നിങ്ങൾ creation. ശ്രദ്ധിച്ച് കേൾക്കണം. Listen സ്വരൂപം carefully. ദൈവത്തിന്റെ സ്വരൂപം. The image was image of God. അപ്പൊ അതിന്റെ അർത്ഥം അതിനകത്തെ രൂപവും ക്യാരക്ടറും ദൈവത്തിൻ്റെതാ. Which means the image and the character belong to the God. ദൈവത്തിന്റെ സ്വരൂപം അവനിൽ വന്നെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ക്യാരക്ടർ കൂടെ അവന്റെ വന്നെന്നാ. When we say that he was in the image of God, which also means that he had the character of God. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ That's why when Jesus came on this planet, ദൈവത്തിന്റെ മുഴുവൻ സ്വഭാവവും ക്രിസ്തുവിലുണ്ടായിരുന്നു. or the entire character of God was in Christ. അതുകൊണ്ടാണ് യേശു കർത്താവ് തികഞ്ഞ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ തികഞ്ഞ ദൈവവുമാണ്. That's why Jesus at the same time was a perfect man as well as perfect God. അതുകൊണ്ട് യേശുവിനെ വിളിച്ചത് എന്താണെന്നറിയോ? ഒടുക്കത്തെ ആദം. That's why Jesus was called as the last Adam. അപ്പൊ ഒന്നാമത്തെ ആദമിലും അതുണ്ടായിരുന്നു. Which means it was found in the first Adam itself. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ആകാൻ പറ്റും. That's why New Testament tells us that we can be perfect in Christ. അതുകൊണ്ടാണ് പുതിയ നിയമം പറയുന്നത് നിന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണും. That's why New Testament says when someone sees you, they will see Christ. അപ്പൊ അതിന്റെ അർത്ഥം നിന്നിൽ ഒരു ദൈവത്വം ഉണ്ടെന്നാ. Which means there is a divinity inside of you. അപ്പോ ഉൽപ്പത്തിയിലെ ദൈവത്വം അവനിൽ വെച്ചാണ് കർത്താവ് ഇങ്ങോട്ട് വിട്ടത്. Which means in Genesis itself, God kept divinity inside of him and created him. അപ്പൊ അതിന്റെ അർത്ഥം ഇവൻ പെരുകുന്നത് ദൈവത്വത്തെ കൈമാറാനായിരിക്കണം. Which means that he has to multiply, and the reason for multiplication is to impart divinity. ഓ മൈറ്റി ജീസസ്. എത്ര പേർക്ക് ദൂത് How മനസ്സിലാവുന്നു? many of you are able to understand this? അപ്പൊ അതിന്റെ അർത്ഥം ഓരോ ദൈവ പൈതലിന്റെ അകത്തും ദൈവത്വം ഇരിപ്പുണ്ട്. Which means every child of God has divinity inside of them. ഞാനിത് പറയുമ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ ഒരു ശക്തി വ്യാപരിക്കുന്നു. As I'm talking to you, I can experience the power of God on my body. ഒന്നുകൂടെ ഞാൻ പറയുന്നു, I say this once more, ഓരോ ദൈവ പൈതലിന്റെ അകത്തും ഒരു ദൈവത്വം ഇരിപ്പുണ്ട്. that every child of God has divinity inside of them. ഒന്നുകൂടെ ഇച്ചിരി ആഴത്തിൽ ഇറങ്ങി പറഞ്ഞു, If I have to speak this from the depth, നീ ദൈവ പൈതലാണെങ്കിൽ നിന്നിലെ ദൈവത്വം ചലിച്ചു തുടങ്ങിയ ദൈവത്വമാണ്. if you are the child of God, then the divinity that is inside of you is that the one that moves and has life in it. എന്ന് പറഞ്ഞാൽ സ്വർഗവുമായിട്ട് അത് കണക്ട് ആയി തുടങ്ങിയ ദൈവത്വമാണ്. Which means it's a divinity that is connected to heaven. അത് ക്രിസ്തുവുമായിട്ട് യോജിച്ച ദൈവത്വമാണ്. It means that it's a divinity that has aligned itself to Christ. അതുകൊണ്ടാണ് ക്രൈസ്റ്റിന് നിന്റെ അകത്ത് വന്നിരിക്കാൻ പറ്റുന്നത്. And that's why Christ can reside inside of you. ഒരു തെരഞ്ഞെടുപ്പ് വിളി എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Oh, this is something related to our calling and our purpose. അപ്പൊ നിങ്ങൾ ചിന്തിച്ചേ, ആദമിൽ ദൈവത്തിന്റെ സ്വരൂപം ദൈവത്വം ഇരിക്കുന്നു. So listen to this. The divinity of God is inside Adam. അപ്പൊ അവിടെ ഉൽപ്പത്തിയിൽ ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? So what does God desire in Genesis? നീ ദൈവത്വം ഇരിപ്പുണ്ടെങ്കിൽ നീ ദൈവത്തിന് കീഴടങ്ങിയിരിക്കണം. So if there is divinity inside of you, then you should be submissive to God.
ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അത് പ്രസംഗിച്ചായിരുന്നു. I preached about it last Sunday. ഒന്നുകൂടെ പറയുന്നു, I say this once again. നിന്നിൽ ദൈവത്വം ഉണ്ടെങ്കിൽ, If you have divinity inside of നിന്നിൽ you, ദൈവരൂപം ഉണ്ടെങ്കിൽ, if the image of God is inside you, നിന്നിൽ സ്വർഗീയമായതുണ്ടെങ്കിൽ, if the heavenly things are inside you, നീ ദൈവത്തിന് കീഴടങ്ങിയിരിക്കണം. then you have to be submissive to God. അതാണ് ഏറ്റവും വലിയ ജയം. And that is your biggest victory. നിങ്ങൾ നോക്കിക്കേ, അത് കഴിയാഞ്ഞ ഒരാളാണ് സ്വർഗത്തിൽ നിന്ന് വെട്ടേക്കപ്പെട്ട കെരൂബ്. And Cherub was someone who was not able to fulfill this and was cut off from heaven. എല്ലാ ദൂതന്മാർക്കും കൊടുക്കുന്നതിനേക്കാൾ ഒരു പടിയൂടെ അവകാശം കൂടുതൽ കൊടുത്ത ഒരു ദൂതനായിരുന്നു ആ കെരൂബ്. Cherub was an angel who received more than other angels in terms of authority and rights. അത്രയും ലഭിച്ചപ്പോൾ അവന് കീഴടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. But when he received so much from God, he found it difficult to be submissive to God. നമ്മൾ യെഹെസ്കേലിൽ വായിച്ചാൽ ഒരുത്തന് കീഴടങ്ങാൻ പറ്റത്തില്ലെങ്കിൽ അവനിൽ വരുന്നതിന്റെ പേരാണ് നീതികേട്. And if you read Ezekiel, you'll understand that if you're not able to be submissive, then what comes out inside of you is unrighteousness. അപ്പൊ അതിന്റെ അർത്ഥം, If that's so, രക്ഷിക്കപ്പെട്ടവൻ യേശു കർത്താവിന് കീഴടങ്ങിയില്ലെങ്കിൽ അവന് ലഭിച്ച നീതിയെ അവന് നിലനിർത്താൻ പറ്റത്തില്ല. which means the one who is saved, if the person who is saved and who has accepted Jesus Christ as a savior, if he cannot submit to God, then he cannot sustain the righteousness that has come into his life. അവൻ നീതീകരിക്കപ്പെട്ടത് ശരിയാ, It is true that he has become righteous. അവനെ നീതിമാൻ എന്ന് വിളിക്കുന്നത് ശരിയാ. It's true that he is justified and he is called righteous. പക്ഷെ അവന് നീതിയിൽ നടക്കാൻ But പറ്റത്തില്ല. he can't walk in righteousness. അവൻ ജഡത്തിൽ നടക്കുന്നവനായി മാറും. He will be someone who walks by flesh. ഒരു മറ്റൊരു ലെവലിലേക്ക് ദൂത് പോവാൻ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. This verse is going in a very different direction, but I don't want to indulge in that. ഈ കെരൂബിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, When this verse speak about Cherub, ഇവനിൽ നീതി ഉണ്ടായിരുന്നു. that there is righteousness in him. ഓ, അപ്പം ഇവന് കീഴടങ്ങിയിരിക്കുന്ന കാലത്ത് ഇവനിൽ നീതിയുണ്ട്. So the time when he was submissive to God, the righteousness reflected through ഇവൻ him. എന്നാണോ കീഴടങ്ങുന്നതിൽ നിന്നും മാറിയത്, The time when he decided not to be submissive, അവനിൽ നിന്ന് നീതി ഇല്ലാതായി. the righteousness went away from him. അതാണ് അവന്റെ കുഴപ്പം. And that was his fault. അപ്പൊ ആദമിനെ ദൈവം ഏതിനിലാക്കി വെച്ചത് ദൈവത്തിന് കീഴടങ്ങിയിരിക്കാനാ. And that's why God planted Adam in the Garden of Eden so that he can be submissive to God. നിങ്ങളൊന്ന് നോക്കിക്കേ, ദൈവത്വം, പിതാവായ ദൈവത്തിൻ്റെ അതേ സ്റ്റാൻഡേർഡുള്ള സകല മഹത്വത്തിൻ്റെ ഉടമയായ യേശു കർത്താവ് ആ മഹത്വം അവിടെ വെച്ചേച്ച് ഈ ഭൂമിയിലോട്ട് വന്നിട്ട് പിതാവായ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നു. Look at this. Jesus Christ, who was the custodian of all the glory and the honor, just like God the Father, Jesus left everything in the heaven and he came to this earth and was submissive to God the Father. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഏകജാതൻ ഒടുക്കത്തെ ആദമായി ഈ ഭൂമിയിലോട്ട് വന്നപ്പോൾ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നു. Which means the only begotten Son of God, when he came on this earth as the last Adam, he chose to be submissive to God. ഇത്രയും മഹത്വമുള്ള ദൈവത്തിന് ഈ ഭൂമിയിൽ വന്ന് ഒരു മനുഷ്യനെ പോലെ നിന്നുകൊണ്ട് കീഴടങ്ങി നിൽക്കാമെങ്കിൽ ദൈവരൂപം കിട്ടിയ നമുക്ക് എത്രയോ അധികം പറ്റും. So if this God who is full of glory can come to this earth and live a life of submission, then you and me who is with the divinity of God, how much more can we live a life of submission? അതാണ് ഉൽപ്പത്തി 1, 2, 3 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സ് അവിടെ കാണാൻ കഴിയുന്നത്. And that's why in the first 3 chapters of Genesis we can see the heart of God. അപ്പൊ ദൈവത്തിന് കീഴടങ്ങിയിരിക്കേണ്ട ആദം, So Adam, who was supposed to be submissive to God, എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഹവ്വയുണ്ട്. so when we say Adam, Eve is included in that. കാരണം ആദമിൽ നിന്നാ ഈവ് പുറത്തു വരുന്നത്, Because Eve came ഹവ്വ from പുറത്തു Adam. വരുന്നത്. Because Eve came from Adam. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവത്തിന് കീഴടങ്ങിയിരിക്കേണ്ട ഒരു കുടുംബം, So a family that is supposed to be submissive to God. ആ കീഴടങ്ങിയിരിക്കുന്നതിന് ദൈവം കൊടുത്ത ഒത്തിരി ഇൻസ്ട്രക്ഷൻ ഉണ്ട്. And God gave them a lot of instructions in order for them to be submissive. അതിൽ ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, ഇവർ രണ്ടുപേരും ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പാടില്ല. And one of the instructions was that they cannot live separately.
ഇവർ ഒരുമിച്ചായിരിക്കണം എപ്പോഴും. They have to be together all the time. ഹവ്വ ആദമിനെ സഹായിക്കണം. Eve should be an helper to Adam. ആദം ഹവ്വയെ എപ്പോഴും ചേർത്ത് നിർത്തണം. Adam should keep Eve closer to him. ഇതവിടെ പൊളിഞ്ഞപ്പോ, And when that instruction was broken, ഇവരുടെ മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. someone manifested in front of them. അവനാരാന്നറിയോ? Do you know who that person is? ദൈവത്തിന് കീഴടങ്ങാത്തവൻ. Someone who was not submissive to God. ഇവരാരാ? Who are these people? ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നവർ. People who are submissive to God. പക്ഷെ 3-ാം അധ്യായത്തിൽ But in chapter 3, ഇവർ ആരുടെ വാക്ക് കേട്ടു? whom did they listen to? ദൈവത്തിന് കീഴടങ്ങാത്തവന്റെ വാക്ക് കേട്ടു. They listened to the word of someone who is not submissive to God. അപ്പൊ അവര് ആരുടെ അധീനതയിലായി? So whom were they belonging to at that point in time? ഓ, കീഴടങ്ങാത്തവന്റെ കീഴിലായി. They became submissive to someone who is not submissive to God. അവരുടെ നേച്ചറിൽ കീഴടങ്ങലുണ്ട്. In their nature, it is easy for them to be submissive. അവരുടെ സ്വരൂപം ദൈവത്തിന് കീഴടങ്ങേണ്ട സ്വരൂപം. Their image is something that should be submissive to God. പക്ഷെ ഇവർ ഇപ്പൊ ആർക്കാ കീഴടങ്ങിയേക്കുന്നത്? But whom are they submissive right now? വെട്ടേറ്റപ്പെട്ട കെരൂബിന്റെ കീഴടങ്ങി. They are submissive to Cherub who was cut off from the heaven. അപ്പം ദൈവരൂപം ഇവർക്ക് നഷ്ടമായി. Which means they lost the image of God. അതിനാണ് കേടുപറ്റിയത്. And that was what got affected. അതുകൊണ്ട് എനിക്ക് ഈ വേദപുസ്തകം ഒത്തിരി ഇഷ്ടപ്പെട്ടു. I really love Bible. നിങ്ങൾ ഈ പുതിയ നിയമത്തിൽ വന്നാൽ If you come to the New Testament, ക്രിസ്തുവിന് അനുരൂപനാകണമെന്ന് പറയുന്നത്. it says that you have to become in the likeness of Christ. അപ്പൊ അതിന്റെ അർത്ഥം ഒടുക്കത്തെ ആദമിന് അനുരൂപമാകണം. Which means we have to become like the last Adam. ഒന്നാമത്തെ ആദമിനല്ല. Not to the first Adam. അപ്പൊ എനിക്കതിൽ സന്തോഷം. What is my joy? ഒന്നാമത്തെ ആദമിന്റെ സ്വരൂപം പിശാചിനെ ജയിച്ച സ്വരൂപമല്ല. The image of the first Adam is not something that got victory over the enemy. ഒടുക്കത്തെ ആദമിന്റെ സ്വരൂപം സാത്താന്റെ മുഴുവൻ പദ്ധതികളെയും തകർത്ത് ജയിച്ച സ്വരൂപം. But the image of the last Adam is an image that was victorious over every plan and purpose of the enemy. അപ്പൊ ഇന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, So what is God asking you today? ആദം കൊണ്ട് നടന്ന ദൈവരൂപത്തിലേക്ക് വരാനല്ല. Not to come to the image that Adam was carrying. ക്രിസ്തു നിനക്ക് വെളിപ്പെടുത്തിയ പിശാചിനെ ജയിച്ച അവന്റെ രൂപത്തിലേക്ക് നീ വരാനാ പറയുന്നത്. But God is asking you to come to the image of Christ that he manifested in this earth, the one that was victorious over the enemy. എന്താ വ്യത്യാസം? What is the difference between two? ആദമിന്റെ അടുക്കൽ എന്നും ദൈവം വിസിറ്റ് ചെയ്യും. God visits Adam every day. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്കോ But what happens to us in New Testament? വിസിറ്റ് ചെയ്യുവല്ല, He is not visiting us. നമ്മളിൽ He വസിക്കുകയാണ്. is dwelling in us. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? How many of you are able to understand എത്ര പേർക്ക് this? അത് ഫീൽ ആകുന്നുണ്ട്? How many of you can feel this? കൂടെ നടക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായ വിഷയമാ നമ്മളിൽ വസിക്കുക എന്നുള്ളത്. How glorious it is to dwell in us than rather than just visiting us. ജസ്റ്റ് ദൈവ സാന്നിധ്യം ദേവാലയത്തിൽ വസിച്ചപ്പോൾ ആളുകൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. When the mere presence of God was dwelling in the temple of God, people were not even able to move in that presence. ദൈവ സാന്നിധ്യം ചിലയിടത്ത് വെളിപ്പെട്ടപ്പോൾ ആളുകൾക്ക് നിൽക്കാൻ കഴിയാതെ വീണുപോയി. When the presence of God manifested in certain places, people couldn't stand, they fell on the ground. ദൈവ സാന്നിധ്യം പർവ്വതത്തിന് മേളിൽ ഇറങ്ങി 40 ദിവസമേ നിന്നുള്ളൂ. അതിൻ്റെ കൂടെ മോശ വസിച്ചിറങ്ങി വരുമ്പോ അവന്റെ മുഖം ദൈവ ദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. When the presence of God came on the mountain and dwelled for 40 days along with Moses, and Moses came down, he shined like that of an angel. എനിക്ക് എഴുന്നേറ്റ് നിന്ന് തുള്ളാൻ തോന്നുന്നു. I feel like jumping. അത്രയ്ക്ക് കരുത്തുറ്റ കർത്താവിന്റെ പുത്രത്വം എന്നിൽ വസിക്കുന്നെന്ന്. That magnificent sonship, that son is dwelling inside of me. അപ്പൊ അതിന്റെ അർത്ഥം ദൈവത്തിന് നിർബന്ധമുണ്ട് ഞാൻ ആ രൂപത്തിലേക്ക് മാറണം. And so it is mandatory for the Lord that we should transform ourselves to the likeness of Christ. ഞാൻ ഇത്രയും വന്നതുകൊണ്ട് ചിലരുടെ വിടുതലിന് വേണ്ടിയിട്ട് അത് അത്രയും പറഞ്ഞു. I am saying these things for deliverance of some people. അപ്പം സാത്താൻ കീഴടങ്ങാത്തവനാ. So
Satan is someone who is non-submissive. പക്ഷെ ദൈവം നമുക്ക് തന്നത് കീഴടങ്ങിയിരിക്കാനുള്ള അവകാശമാണ്. But what God gave us is an authority, an inheritance to be submissive to God. പക്ഷെ വേദപുസ്തകത്തിന്റെ പ്രത്യേകത കണ്ടോ? But see the uniqueness of Bible. കീഴടങ്ങാത്തവനേക്കാൾ പവർ കീഴടങ്ങിയവനാ. The one who is submissive has more power than the one who is not submissive. ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നവന്റെ പദവി കീഴടങ്ങാത്തവനേക്കാൾ വലുതാ. The position of the one that is submissive to God is higher than the one who is not submissive to God. കീഴടങ്ങാത്തവൻ ദൈവത്തോടു കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ചു. The one who was not submissive, he desired to sit with God. പക്ഷെ കീഴടങ്ങുന്നവൻ ചോദിച്ചു പോലുമില്ല, അവന് ദൈവം അത് അവകാശമായി കൊടുത്തു. But the one who is submissive to God, he did not even ask, but God gave him the position as an inheritance to him. നീ ഒരു സാധാരണ വ്യക്തിയല്ലെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കണം. To this night you have to understand that you are not an ordinary person. എത്ര പേർക്ക് ആത്മാവിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്? How many of you are able വലിയ to ചലനം ഞാൻ കാണുന്നു. How many of you are able to be happy in the presence of God? ഇത് നീ തിരിച്ചറിയുമ്പോൾ തന്നെ പിശാച് നിന്നെ പേടിക്കുന്നു. If you recognize this aspect, enemy will start being afraid of you. നിന്റെ ജഡം നിന്നോട് പോരാടുന്ന പല വെല്ലുവിളികളിൽ നിന്നും ഈ ഒരു തിരിച്ചറിവ് മതി നിനക്ക് ജയിക്കാൻ കഴിയും. Oh, the fight that you are experiencing in your flesh, you will be able to be victorious over it just by the understanding of this reality. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല സ്വർഗം എന്റെ സ്വന്തമായത്. Heaven did not become my own because I asked for it. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല സ്വർഗത്തിലെ വാസസ്ഥലം എന്റെയായത്. I did not ask for it in order for the dwelling place of the heaven to become mine. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല കർത്താവിന്റെ വലത്തുഭാഗം ഞങ്ങൾക്ക് തന്നെ. We did not ask for the right hand side of God. കർത്താവ് ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല ഈ ലോകത്തെ ഭരിക്കാനുള്ള അവകാശം എനിക്ക് We തന്നെ. did not ask for the authority to rule over the world. നീ സിമ്പിൾ വ്യക്തിയല്ലെന്ന് മനസ്സിലാക്കുക. You please understand that you are not an ordinary person. യഥാർത്ഥത്തിൽ എക്സ്ട്രാ ഓർഡിനറി. You are extraordinary in every sense. നീ വലിയ പ്രതിസന്ധിയിലായിരിക്കും. You may be in problem. നീ വലിയ കഷ്ടപ്പാടുകളിലായിരിക്കും. You may be in lot of issues. ഞെരുക്കത്തിലായിരിക്കും. You may be having troubles. നിനക്കൊത്തിരി രോഗവിഷയങ്ങളുണ്ടായിരിക്കും. Maybe there is some health issues. കുടുംബത്തിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരിക്കും. Maybe some family problems. പലരും ചോദിച്ചാൽ എന്താ നിന്റെ ഈ അവസ്ഥ ഇങ്ങനെ? And people are asking, why is your condition like this? പക്ഷെ നിനക്ക് ഉറപ്പുണ്ടോ? But are you sure നീ ദൈവത്തിന്റെ പൈതലാണ്? that you are the child of God? നിനക്ക് ഉറപ്പുണ്ടോ? Are you sure നിന്നിൽ ക്രിസ്തു വസിക്കുന്നുണ്ട്? that Christ dwells in you? നിനക്ക് ഉറപ്പുണ്ടോ? Are you sure നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്? there is a God that will come down for you? മറ്റാർക്കും അറിയാത്ത ഒരു എക്സ്പീരിയൻസ് നിനക്കില്ലേ? You have an experience that other people cannot speak about. നീ വാവിട്ട് കരഞ്ഞപ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാൻ വന്ന കർത്താവ്. You have a God who has come to console you when you cried. ആരുമില്ലഞ്ഞപ്പോ നിന്നെ സാന്ത്വനപ്പെടുത്തിയ ദൈവശബ്ദം. Isn't there a voice of God that comforted you when you had no one else? നീ ചിന്തിക്കാത്തവരെ നിന്റെ അടുക്കൽ അയച്ച് നിന്നെ ബലപ്പെടുത്തിയ കർത്താവിനെ നിനക്കറിയത്തില്ലേ? Don't you remember the God who sent people to console you and strengthen you when you were in time of need? അതിന്റെ അർത്ഥം നിന്നെ കൈവിട്ടെന്നല്ല. That means that God has not forsaken you. ലോകത്തിലെ വലിയൊരു കൂട്ടം നിന്നെ മാറ്റി നിർത്തി കാണും. Maybe a majority of people in this world may have sidelined you. പക്ഷെ ദൈവത്തിന്റെ ദൂതനെ ആർക്കും മാറ്റി നിർത്താൻ പറ്റിയില്ല. But the angel of God cannot be sidelined. നിന്റെ അടുക്കൽ ദൂതനെ പോലെ ചിലരെ അയച്ചവരെ ഒരിക്കലും മാറ്റി നിർത്താൻ ലോകത്തിന് കഴിയത്തില്ല. This world cannot sideline people whom God has sent to you just like an angel of God. പലരോടും ദൈവം പ്രവചിക്കുക. Oh, this is prophecy to certain people who are അതിന്റെ listening to അർത്ഥം me. ദൈവത്തിന് നിന്നോട് വലിയ പ്രിയമുണ്ട്. Which means that the Lord loves you. നീ അതുകൊണ്ട് ധൈര്യത്തോടിരി. And so be of good courage. നീ സിമ്പിൾ ഒരാളല്ല. You are not a simple person. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്ക. So understand this. കീഴടങ്ങാത്തവൻ പിശാച്. Satan is someone who is നമ്മൾ non-submissive. കീഴടങ്ങുന്നവൻ. And we are someone who is submissive to God. ദൈവത്തിന് കീഴടങ്ങിയ നമുക്കാണ് അധികാരം കൂടുതൽ. So authority to us who are submissive to God is much more than the Satan. ദൈവത്തിന് കീഴടങ്ങാത്തവനെ ദൈവത്തിന് കീഴടങ്ങിയ നമ്മുടെ കാൽ കീഴാക്കിയതവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. So Jesus Christ made Satan, who was non-submissive, he made Satan to come underneath our feet, we who are submissive to God. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, And that's why the book of James says ദൈവത്തിന് കീഴടങ്ങിയിട്ട് വേണം പിശാചിനോട് എതിർക്കാൻ. that resist the devil once you're submissive to God. അതിന്റെ അർത്ഥം Which means ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ when we say be submissive to God, ഉൽപ്പത്തി
ഉൽപ്പത്തി ഭാഷ പറഞ്ഞാൽ If I speak in the language of Genesis, ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നീ വരിക. you have to come back to the likeness of Christ. അപ്പൊ പുതിയ നിയമത്തിലോട്ട് കയറിയാൽ And if you come to the New Testament, യേശു ക്രിസ്തുവിന് അനുരൂപനാകുക, be in the likeness of Jesus Christ എന്നിട്ട് പിശാചിനോട് എതിർക്കുക. and resist the devil. അപ്പൊ അതിന്റെ അർത്ഥം And what will happen? പിശാച് നോക്കുമ്പോ നിന്നെ കാണരുത്. Because when enemy looks at you, he will not be able to see you. നീ ആർക്ക് അനുരൂപനായി? Which likeness are you in? നീ യേശു ക്രിസ്തുവിന് അനുരൂപനായി. You are in the likeness of Jesus Christ. അതുകൊണ്ട് പിശാച് കാണുന്നത് നിന്നെയല്ല, പിശാച് കാണുന്നത് ക്രിസ്തുവിനെയാണ്. So when enemy looks at you, enemy can't see you. He looks at Jesus Christ. അതുകൊണ്ട് ഒരിക്കലും ഒപ്പോസ് ചെയ്യാതെ അവൻ നിന്റെ കാൽ കീഴാകും. And that's why he will never oppose you. He will come underneath your feet. ഞാൻ ആ ഭാഗത്തുനിന്ന് ഓടിക്കേറുകയാണ്. I'm going away from that portion. അപ്പൊ ആദമിന് ദൈവം കൊടുത്തത് ഒരു ദൈവത്വം അകത്ത് കൊടുത്തു. ആ ദൈവത്വത്തെ നീ തലമുറകളിലേക്ക് കൈമാറണം. So God gave divinity to Adam, and you have to impart that divinity to the next generation. അതാണ് ഭൂമി മുഴുവൻ നിറയേണ്ടത്. And that is what has to multiply in this whole earth. ഇതാണ് ദൈവം ആദ്യ മകനായ ആദമിന് കൊടുത്തത്. And that is what God gave to the first son, Adam. പക്ഷേ ആ ആദം പോയി ആർക്ക് കീഴടങ്ങി? But that Adam went and became submissive to whom? ആ ആദമും ഹവ്വയും കൂടെ പോയി സാത്താന് കീഴടങ്ങി. That Adam and Eve went and became submissive to Satan. അത് നമ്മൾ 3-ാം അധ്യായത്തിൽ വായിക്കുന്നു. And we see the same in chapter 3. അപ്പൊ അവിടെ ദൈവം തലമുറകളെ 2 ടൈപ്പ് തലമുറകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. And so there God divides the generation in 2 categories. ഒന്ന് തല തകർക്കുന്ന തലമുറ, One generation that crushes the head of the Satan. അടുത്തത് കുതികാൽ തകർക്കുന്ന തലമുറ. One generation that bruises the heel. അത് ആദ്യത്തെ 2 തലമുറയിൽ 4-ാം അധ്യായം മുതലേ നമ്മൾ കാണുന്നു. And we see the same from chapter 4 onwards. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയാൽ 4-ാം അധ്യായത്തിൽ 3-4 വാക്യം കൊണ്ട് കയീന്റെ തലമുറ അവസാനിക്കുക. But if you understand this in the chapter 4, after a couple of verses about him, the history of Cain is over. പക്ഷേ ഹാബേലിന് പകരം ദൈവം ഒരു തലമുറയെ പുറത്തെടുക്കുന്നു. But in place of Abel, God brings out another generation. അപ്പൊ നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം. Now you have to listen carefully. ഹാബേലിന് പകരം പുറത്തു വരുന്ന തലമുറ സ്വരൂപത്തിലേക്ക് തിരിച്ചു വന്നു. The generation that came in place of Abel, they came back into the likeness of അത് God. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ശേത്ത്, And we learned about it last week about Sheth. ആദമിന് ദൈവം കൊടുത്ത അതേ സ്വരൂപത്തിൽ ശേത്ത് പുറത്തു വന്നു. Sheth came in the same likeness that God gave to Adam. ഓ മൈറ്റി ജീസസ്. ശേത്ത് ആ സ്വരൂപത്തിൽ പുറത്തു വരണമെങ്കിൽ അതിനു മുമ്പ് അവന്റെ അപ്പനും അമ്മയും ആ സ്വരൂപത്തിൽ പുറത്തു വന്നു. So if Sheth has to come in the likeness of God, then before that could happen, Sheth's parents have to come in that likeness. നിങ്ങൾ നോക്കിക്കേ ദൈവം എത്ര മഹത്വമുള്ള ദൈവം. Look at see how God is such a glorious God. ഏതിന് പുറത്തായിട്ടും Even though they were outside Eden, ദൈവം അവരെ അവരുടെ സ്വരൂപത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. God is bringing them back to their likeness of God. അതിൽ നിന്നൊരു പുത്രൻ പുറത്തു വരുന്ന അതാണ് ശേത്ത്. And a son comes out of that, and his name is Sheth. ഇപ്പൊ അവന്റെ സ്വരൂപം ദൈവരൂപം. Now he has the image of God, അവൻ ആരാധിക്കുന്നവനായി മാറി. രണ്ടാമത് and he also became a worshipper. ഇപ്പൊ 2 പ്രത്യേക തലം അവനിൽ ഓപ്പണായി. So there's 2 particular realm that was manifesting in him. ഒന്ന് സ്വരൂപം അവന് തിരിച്ചെത്തി, One, the image of God was restored, ആരാധന അവൻ തുടങ്ങി. and he began worshipping. യഹോവയുടെ നാമത്തിൽ ആരാധന He തുടങ്ങി. started worshipping in the name of Jehovah. അവന്റെ തലമുറ വന്നപ്പോൾ And when his generation came out, ഹാനോക്കിലെത്തിയപ്പോൾ and it reached Enoch, അവർ ദൈവത്തോട് കൂടെ നടക്കുന്നവരായി it മാറി. became a generation that walked with God. അപ്പൊ നിങ്ങൾ നോക്കേ, ഓരോ ജനറേഷനിലും ദൈവം പൊക്കിയെടുക്കുക. So see, in every generation God is choosing someone. ആദം എന്തൊക്കെ നഷ്ടപ്പെടുത്തിയോ Whatever Adam lost, അതെല്ലാം തലമുറ കൊണ്ട് പൊക്കിയെടുക്കുക. God is restoring it that from generations. ഇപ്പം സ്വരൂപം ദൈവത്തിൻ്റെത്, If the image of God is now the ആരാധന images of God, ആരാധന തുടങ്ങി. the worship has started. അടുത്ത തലമുറ ദൈവത്തോട് കൂടെ നടക്കുന്നു. The next generation has now started walking with God. അവന്റെ തലമുറ വന്നപ്പോൾ, And when his generation came, അതാണ് നമ്മൾ ഉൽപ്പത്തി 6:9 വായിക്കുന്നത്. and that is what we read in Genesis chapter 6 verses 9. ഒന്ന് വായിക്കാമോ?
This is the account of Noah and his family. Noah was a righteous man, the only blameless person living on the earth at that time, and he walked in close fellowship with God. നോഹയുടെ വംശാവലി എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ഇവിടെ ഭയങ്കരമാണ് പറയുന്നത്. ഒന്ന് നീതിമാൻ, One, he is called as righteous man. രണ്ട് നിഷ്കളങ്കൻ, He is called as a blameless person. മൂന്ന് ദൈവത്തോടു കൂടെ നടന്നു. And third, it says he has close fellowship with God. പക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞ വാക്കൊന്നുകൂടെ നല്ലതാ. I- വെറും നിഷ്കളങ്കനെന്നല്ല. I like how it is mentioned in English. It's not mentioned just as a blameless person. It is mentioned as the only blameless person. only blameless person The only blameless എന്ന് person. പറഞ്ഞാൽ അവൻ മാത്രമുള്ള ആ തലമുറയിൽ അന്ന് നിഷ്കളങ്കൻ. Which means that only he in that generation, in that time, only he was blameless. പക്ഷേ നമ്മൾ KJV വായിക്കുമ്പോൾ അങ്ങനല്ല. When we read in KJV, പെർഫെക്റ്റ് ഇൻ ഹിസ് ജനറേഷൻ it says he was perfect in his generation. എന്ന് പറഞ്ഞാൽ ആ ജനറേഷനിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരാളേ ഉള്ളൂ. Which means in that generation there was only one person who was perfect. ദൈവം ഒരുവനെ നോക്കിയിട്ട് അവൻ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ഏദനിലെ ആദമിലേക്ക് അവൻ എത്തിയെന്നല്ലേ, നേച്ചറിലേക്ക്. If when God looks at one person and calls him perfect, it only means one thing, that this person has come back to the nature of Adam that God had kept while creating. അപ്പൊ എനിക്ക് ഉൽപ്പത്തിയിലെ മനസ്സിലായി ദൈവം ഏദൻ തോട്ടത്തെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിലേക്ക് ഈ ജനറേഷനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. Which means that in Genesis itself we can understand that God is leading this generation to a place which is much more important than Garden of Eden. പിശാച് നിമിത്തം ദൈവത്തിന്റെ സ്വരൂപത്തിന് നഷ്ടപ്പെട്ട ഏദന് പകരം സ്വർഗത്തിലെ അപ്പച്ചൻ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥലം കൊണ്ട് സ്ഥലത്തേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. So the Garden of Eden that was lost to this man who was in the image of God because of his disobedience, now God is trying to replace that with even much better place. അപ്പൊ അതിന്റെ അർത്ഥം ഇനിയും ജനിക്കുന്ന തലമുറ ഏതിനു വേണ്ടിയിട്ടുള്ള തലമുറയല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായ സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള തലമുറയാകണം. Which means that the generations that is now going to come to life are going to be a life that is not for Eden but for something better. ഞാൻ പുതിയ നിയമത്തിലോട്ട് കയറി അങ്ങ് പറയാൻ പോവാ. I'm going to say that from New Testament. ഒടുക്കത്തെ ആദം ഇങ്ങോട്ട് വന്നേച്ച് പറഞ്ഞു, When the last Adam came, he said, ഞാൻ പോവാ, I am going. ഞാൻ പോയാൽ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കും. When I go, I will prepare a place for you. Mighty Jesus. Shamdala Daragasyara. ഉൽപ്പത്തിയിലെ ഏദൻ വാഗൊണ്ട് പറഞ്ഞുണ്ടാക്കിയ ഏദന. The Eden in Genesis was something that was created by the words of his mouth. Shamdala Daragasyara. ഉൽപ്പത്തിയിലെ ഏദൻ സാധാരണ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാ. The Eden that was created in Genesis was like any other creation. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം നമുക്കൊരുക്കുന്നത് പുത്രനായ യേശു ക്രിസ്തു തന്നെ ഒരുക്കുന്ന ഒരു ഏദന. But in New Testament, the Eden that is going to be given to us is an Eden that the Son Jesus Christ is preparing himself. എന്നോ ബെസ്റ്റ് പർദീസ. Oh, what a beautiful paradise. കർത്താവ് പറഞ്ഞെന്താ, ഞാൻ ഒരുക്കി കഴിഞ്ഞാൽ വരും. What did Jesus say? When I finish making it, I will come. അപ്പൊ അതിന്റെ അർത്ഥം ഇന്നും എനിക്ക് വേണ്ടി അത് ഒരുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുക. Which means even now he is making the place for me. അപ്പൊ അതിന്റെ അർത്ഥം ഒന്നാമത്തെ ഏതിനു വേണ്ടിയല്ല നമ്മൾ പ്രിപ്പയർ ആകേണ്ടത്, ഒടുക്കത്തെ പാരഡൈസിന് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ആകേണ്ടത്. That means we are not preparing ourselves for the first Eden, but we are preparing ourselves for that end paradise that God is making for us. Which means ഏതിനിലെ പരാജയമല്ല നമ്മൾ തീർക്കേണ്ടത്. that means we do not have to just restore the defeat that happened in Garden of Eden. പകരം ഏതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്ന് സ്വർഗത്തിനുണ്ടെന്നാണ് നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടത്. We have to prove that heaven has something that is even more beautiful than Garden of Eden. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കേ, And so look here, ഏതിനെ സൃഷ്ടിച്ച ദൈവം the God that created Eden, ഈ ഭൂമിയിൽ മനുഷ്യൻ നിറഞ്ഞപ്പം when this earth was filled with men, അവരെ നോക്കിയിട്ട് അനിഷ്ടരെന്ന് കണ്ടപ്പോ, and when God looked at them and say that they are corrupt, ദൈവം നോഹയോട് പറയുക, ഞാൻ ഈ ഭൂമിയെ മൊത്തം നശിപ്പിക്കാൻ പോകും. God tells to Noah that I am going to destroy all the living creatures. നിങ്ങൾ നോക്കി ആ വാക്യം 6-ാം അധ്യായം
Genesis 6:13. 13 13-ാം വാക്യം. So God said to Noah, I have decided to destroy all living creatures, for they have filled the earth with violence. Yes, I will wipe them all out along with the earth. നിങ്ങൾ നോക്കി, ഞാനത് വായിക്കാം. ദൈവം നോഹയോട് കൽപ്പിച്ച, ഇംഗ്ലീഷിൽ കൊടുത്തതിനേക്കാൾ ശരി മലയാളമാണ്. ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, കമാൻഡ് ചെയ്തത് എന്തെന്നാലെന്നാ. അവിടെ കമാൻഡ് എന്നുള്ള വാക്കാ, സെഡ് എന്നല്ല. ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്താന്നാൽ, In Malayalam, if you read, it's not just about said, it says that God commanded to Noah. മൂലഭാഷയിൽ കമാൻഡ് എന്നുള്ള വാക്കാ ഉപയോഗിച്ചത്. So the root word also says that God commanded to Noah. സകല ജഡത്തിന്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും. The end of all flesh is come before me, for the earth is filled with violence through them, and behold, I will destroy them with the earth. അപ്പോൾ അതിൻ്റെ അർത്ഥം, അപ്പം മുതലേ കർത്താവിന് പുതുക്കി കൊണ്ടുവരണം. So God from that moment itself is looking for a renewal. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ദൈവത്തിന് റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവരണം. So in our language, God wants a restoration to happen. അപ്പം ഉൽപ്പത്തി 1 മുതൽ 6 വരെ കണ്ട ഭൂമിക്ക് മാറ്റം വരുത്താൻ പോവാ. So the earth that we were seeing from Genesis chapter 1 to 6 is now going to change. എല്ലാ സിസ്റ്റവും ദൈവം ചേഞ്ച് ചെയ്യാൻ പോവാ. He is going to change the system. അതിന് ദൈവം കണ്ടെത്തിയ ഒരു കുടുംബത്തെ അതിനകത്തുനിന്ന് പൊക്കുക. And so what does God do? He selects one family. അതാണ് നമ്മൾ 6:9 പറഞ്ഞത്. And that is what we read in chapter 6 verses. അതുകൊണ്ട് ആ വംശാവലി പറയുമ്പോൾ അവന്റെ അപ്പന്റെ പേരോ അവന്റെ മക്കളുടെ പേരോ ഒന്നുമല്ല പറയുന്നത്. And that's when the genealogy is mentioned. His family, his father's, his son's name is not mentioned. അപ്പൊ അതിന്റെ അർത്ഥം, Which means ഇനി ഈ ഭൂമിയിൽ ഈ വരുന്ന ജനറേഷൻ അറിയപ്പെടേണ്ടത് ദൈവിക സ്വഭാവത്തിന്റെ പേരിലാണ്. Which means that now the generations that is going to come are not supposed to known by their fathers, but by their character of God. അതുകൊണ്ട് നോഹയുടെ പേരെടുത്ത് അവൻ കൃപ ലഭിച്ചു. That's why when they speak about Noah, it says he found favor. 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവന് കൃപ ലഭിച്ചു. In chapter 6 verse 8, it says he found favor. എന്നിട്ട് അവന്റെ വംശാവലി എഴുതുമ്പോ അങ്ങനല്ലേ അവിടെ എഴുതിയേക്കുന്നത് 9. And if you see the ninth words when his genealogy is mentioned, നോഹയുടെ വംശാവലി എന്തെന്ന്, this is the account of Noah. അവന്റെ അപ്പന്റെ പേരോ മക്കളുടെ പേരോ ഒക്കെയാ പറയണ്ടേ. Actually, his father's, his children's name should be mentioned. പക്ഷെ അവനിലുള്ള പ്രത്യേക ക്വാളിറ്റിയാ ദൈവം But പറയുന്നത്. God is speaking about his quality in that. അപ്പൊ ദൈവത്തിന് അവന്റെ കൂടെ നിൽക്കാനുള്ള ക്വാളിറ്റി അവനുണ്ട്. So there is a quality that he has which makes him eligible to stand with God. അപ്പൊ അതിന്റെ അർത്ഥം, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യനെ ഒരു വശത്ത് നിർത്തിയിട്ട് അവരുടെ മുമ്പിൽ ചേർന്ന് നിൽക്കാൻ എനിക്ക് ഒരുവനേ ഉള്ളൂ, അത് നോഹയാണെന്ന് ദൈവം വെളിപ്പെടുത്തുക. Which means that he's taken the entire population on the earth on one side, and he's showing that there's only one man among all of you that is worthy to stand with me, and that is Noah. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് ചോദിക്കുക. I am saying a prophetical നാട്ടുകാരെ word to മൊത്തം you. വേണ്ട, We don't need everyone in this നിന്റെ world. കുടുംബത്തിനകത്തോട്ട് വന്നിട്ട് In your family, നിന്നെ മാറ്റി നിർത്തി if God will isolate you, ദൈവത്തിന് തന്നിടത്തോടെ പറയാൻ കഴിയുമോ, and can God say this with audacity എനിക്ക് ചേർന്ന് നിൽക്കാൻ, that for me to stand together, എനിക്ക് എന്റെ രഹസ്യം പറയാൻ, for me to share my secret, എനിക്ക് എന്റെ ആഗ്രഹം പറയാൻ, for me to share my desires, എനിക്ക് നിന്നെ ആവശ്യമുണ്ടെന്ന് പറയാൻ കഴിയുമോ? I need you. Can God say that about you? അങ്ങനെ ആയിരിക്കണം നിന്റെ വംശപാരമ്പര്യം തുടങ്ങാൻ. And that is how your genealogy, your account should begin. ഒരു വലിയ ആത്മമണ്ഡലം ഇങ്ങനെ തുറന്നു വരുന്നതായിട്ട് ഞാൻ കാണുന്നു. I see a spiritual realm opening for you. ഒന്നുകൂടെ ഞാൻ പറയാ, I say this once again. നിങ്ങൾ ശ്രദ്ധിച്ചേ, Be careful. നിങ്ങൾ ഒരു കുടുംബത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാ. You are representing a family. നിങ്ങൾ ഒരു കുടുംബത്തിന്റെ തലയാ. You are a head of a family. നിങ്ങൾ ഒരു കുടുംബത്തിലെ മാതാവായിരിക്കാം. You may be a mother of a family. നിങ്ങൾ ഒരു കുടുംബത്തിലെ You സഹോദരനായിരിക്കാം. may be a brother of a family. നിങ്ങൾ ഒരു കുടുംബത്തിലെ You സഹോദരിയായിരിക്കാം. may be a sister of a family. ഒരു അപ്പനായിരിക്കാം. Maybe a father of a family. നിന്റെ റോൾ എന്തു ആയിക്കോട്ടെ. Whatever is your role പക്ഷെ in the ദൈവം family. ഇറങ്ങി വന്നേച്ച് But when God comes, നിന്നെ പിടിച്ച് മാറ്റി നിർത്തി He is going to hold you aside തന്റെ അടുത്തോടെ പറയുക, and say this boldness. എനിക്ക് ഇവന്റെ കൂടെ ചേർന്ന് നിൽക്കണം. I want to stand with him. ഞാൻ ഇവനിലൂടെ ചലിക്കാൻ ആഗ്രഹിക്കുന്നു. I want to move through him. എനിക്ക് ഇവനെ ആവശ്യമുണ്ട്. I need him. എനിക്ക് ഇവനോട് രഹസ്യം I പറയണം. want to share my secrets with him.
ഓ, നിങ്ങളിൽ നിന്ന് ഇവൻ വ്യത്യസ്തനാ, He is different from you. ഇവൻ ഒരു ക്വാളിറ്റി ഉണ്ട്. He has quality in ഇത് him. നിങ്ങളെ നോക്കി പറയാൻ കഴിയുമെങ്കിൽ And if God can say that about you, നിന്റെ തലമുറയ്ക്ക് ഒരു സംരക്ഷണം ഉണ്ടെന്ന്. there is a protection over your generation. അതാണ് ഇവിടെ നോഹയ്ക്ക് സംഭവിച്ചത്. And that is what happened to അവിടെ Noah here. സകല മനുഷ്യരും കുഴപ്പക്കാരൻ. Everyone is sinner. പക്ഷെ നീ നിമിത്തം But because of you, നിന്റെ തലമുറ, your generation, അവരുടെ ഭാര്യമാർ, their wives, നിന്റെ ഭാര്യ, your wife, ഇവർ ഈ പട്ടണത്തിനകത്ത് കയറും. they will enter this ark. അതാ നിങ്ങൾ 18 വാക്യത്തിൽ. And that is what we read in the verse 18. But I will confirm my covenant with you. ഓ, So enter the boat, you and your wife and your sons and their wives. covenant with you. ഒരു നിയമം എനിക്ക് നിന്നോടുണ്ട്. He says, I will confirm my covenant with അപ്പൊ അതിന്റെ you. അർത്ഥം ഞാനും നീയും തമ്മിലുള്ള ഒരു കരാറായത്. Which means it's a covenant between you and me. എന്നെ അത് ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കുന്നു. It is something that is strengthening me a lot. ഭർത്താക്കന്മാരെ, Husbands, ദൈവത്തിന് നിന്നെ നോക്കി ഇത് പറയാൻ പറ്റുമോ? can God look at you and say this? ഭാര്യമാരെ, Wives, ദൈവം നിന്നെ നോക്കി ഇത് പറയാൻ കഴിയുമോ? can God look at you and say this? പിതാക്കന്മാരെ, Fathers, ദൈവം നിന്നെ നോക്കി ഇത് പറയാൻ can കഴിയുമോ? God look at you and say this? നീ ഒരു കുടുംബത്തിലെ അംഗമാണെങ്കിൽ, If you are part of a family, വേറെ ആർക്കും ഇല്ലെങ്കിലും even if no person നീയുമായിട്ട് ദൈവത്തിന് ഒരു this കവനന്റ് relationship, ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? even if no other person has a relationship with God, but can God say that I have a covenant with you? എന്താന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ദൈവാത്മാവ് വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് ഇടപെടുക. I do not know why, but God is speaking to us from a very different realm. ഓ മൈറ്റി ജീസസ്. കർത്താവിന് ചിലരുമായിട്ടൊരു കവനന്റ് ഇടാൻ താല്പര്യമുണ്ട്. God wants to establish a covenant with some of ഈ you. റൂമിനകം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്നു. Oh, this room is filled with the presence of ദൈവം God. ചിലരുമായിട്ട് കണക്ട് ആകാൻ ആഗ്രഹിക്കുന്നു. God wants to be connected with some of you. മറ്റാരോടും ഇല്ലാത്ത ചില കവനന്റിനു വേണ്ടി. Oh, so that he can establish a covenant that ശബരദലകട others don't ഹസ്തുന. have. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം If പ്രാർത്ഥിച്ചാണ്. you can pray, just start praying. ഞാൻ ഭയങ്കരമായിട്ട് ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. I experience the presence of God. നീയുമായിട്ടൊരു കണക്ഷൻ, A connection with you. നീയുമായിട്ടൊരു വിസിറ്റേഷൻ, A visitation with you. നീയുമായിട്ടൊരു കവനന്റ്. A covenant with you. ഈ ജനറേഷനിൽ പലരോടും പറയണമെന്ന് ആഗ്രഹിച്ചിട്ടും, Oh, he desired to speak to this generation. നിന്റെ കുടുംബത്തിൽ പലരോടും പറയണമെന്ന് He wanted to ആഗ്രഹിച്ചു, speak to many people in your family, പറയാതെ ദൈവം മാറ്റിവെച്ചത് ചിലത്. but he did not speak to them. നിന്നെ വിളിച്ചു മാറ്റി നിർത്തി But he is going to call you aside നിന്നോട് സംസാരിക്കാൻ and is ദൈവം. going to speak to you, and he desires that. പണ്ട് നിന്റെ അമ്മയോട് ഇത് സംസാരിച്ചതാ. Oh, he had spoken to your mom before. പണ്ട് നിന്റെ കുടുംബത്തിലുള്ളവരോട് In the സംസാരിച്ചതാ. past years, he had spoken to you, പക്ഷെ your family members. ദീർഘനാളായിട്ട് ആ ശബ്ദം നിന്റെ വീട്ടിലില്ല. But that voice of God is disappeared from your family. എന്നാൽ ഈ തലമുറയിൽ ദൈവം നിന്നെ നോക്കുകയാ. But in this generation, God is looking at ഈ you. സമയത്ത് ദൈവം നിന്നെ നോക്കുകയാ. This time, God is looking at you നീയുമായിട്ടൊരു കവനന്റ് ഉണ്ടാക്കാൻ, to establish a covenant with you. നീയുമായിട്ടൊന്ന് സംസാരിക്കാൻ, Oh, so that he can talk with you. നീയുമായിട്ടൊരു രഹസ്യമായ ഒരു കൂടിക്കാഴ്ചക്ക്, So that he can have a secret visitation with you. നിനക്ക് വേണ്ടി ഒരു മോറിയ, Oh, a Moriah mountain just for you. നിനക്ക് വേണ്ടി ഒരു കർമേൽ, A Carmel mountain just നിനക്ക് for വേണ്ടി you. ഒരു സീനായ്, A Sinai mountain just for you. നിനക്ക് വേണ്ടി ഒരു മറുരൂപമല. Oh, a transfiguration Asparodhyana. mountain just for you. നീ വിചാരിച്ചു മസ്കറ്റ് നിനക്ക് ജോലി ചെയ്യാനുള്ള Oh, you സ്ഥലമാണ്. think that Muscat is a place that I've come to just work. പക്ഷെ ദൈവം പറഞ്ഞ അതിന് മാത്രമല്ല. Oh, God is saying it's just not a place of work. വർഷങ്ങൾ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന, Oh, the voice that spoke to you for years. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ വീട്ടിൽ സംസാരിച്ചു, Or the voice that spoke in your family years ago. വർഷങ്ങളിൽ മുമ്പ് നിന്റെ ദേശത്ത് സംസാരിച്ച Years ago, the voice that spoke to your ആ ശബ്ദം place. നിലച്ചുപോയി. That voice disappeared. ദൈവത്തിന് സംസാരിക്കാൻ ഒരാളെ കിട്ടുന്നില്ല. God is not able to find someone to talk to. പക്ഷേ ദൈവം നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. But God has found you. ഇന്ന് ദൈവത്തിന് ഫേവർ നിന്നോടാ. The God's favor has come upon you. നിന്നോട് സംസാരിക്കാൻ അവൻ ആഗ്രഹമുണ്ട്. Oh, he is desiring to talk to you. നീയുമായിട്ടൊരു കവനന്റ് ഉണ്ടാക്കാൻ അവൻ He wants ആഗ്രഹമുണ്ട്. to establish a covenant with you. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, For your generation. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, For your wife. നിന്റെ കുടുംബക്കാർക്ക് വേണ്ടി For your family members. ദൈവം നിന്നോടൊരു കവനന്റ് ഉണ്ടാക്കാൻ God wants ആഗ്രഹിക്കുന്നു. to establish a covenant with you. Labarabashamtaradaragasiya. എത്ര പേര് അത് വിശ്വസിക്കുന്നു? How many of you believe that? Rikhadyarabalabaudiminayandaragasi. എനിക്ക് തുടർന്ന് പ്രസംഗിക്കണം എന്ന് ആഗ്രഹമുണ്ട്. I want to preach, പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കും. but I'm going to end now. Labashitarabasikarya. കർത്താവ് പറയുന്നു, എനിക്ക് ചിലരോട് ഇടപെടണം. God is telling me that I want to talk to some people. ശമരിയയിൽ
ദൈവശബ്ദം കേൾക്കുന്ന ഒരുവനില്ലെങ്കിൽ, if there is no one in Samaria who can hear the voice of God, ഗിലെയാദിലെ തിശ്ബയിൽ ഒരുവനോട് ഞാൻ കവനൻ ഉണ്ടാക്കി പുറത്തു കൊണ്ടുവരും. I will establish a covenant with a man from Tishbite. ശമര്യയിലുള്ള ജനം ദൈവഹിതം വിട്ടുമാറി. If the people of Samaria has left the will of God, ദൈവത്തിന്റെ ഇഷ്ടത്തെ ഭരിക്കേണ്ട ആഹാബ് ഇസബേലുമായിട്ട് കൂട്ടുകെട്ടി. if Ahab, who had to rule as per God's will, is now has an association with Jezebel, ദേശത്ത് ക്ഷാമം വരാൻ പോവാ, if famine is coming to the land, ദേശം തകരപ്പെടാൻ പോവാ, if the land is going to be destroyed, അതിനു മുമ്പ് ദേശത്തോട് ദൂതറിയിക്കണം. before that there has to be a prophetic voice to this nation. നോക്കിയപ്പോ ശമര്യയിൽ ഒരുത്തനില്ല. When God looked, there is no one in Samaria. തിശ്ബിയിൽ പോന്നു. He is going to Tishbite, തിശ്ബിയനായ ഏലിയാവിനെ പൊക്കുന്നു. and he is raising Elijah, who is അവനെ a ശമര്യയിൽ Tishbite, കൊണ്ടുവരുന്നു. and brings him to Samaria. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞാൻ ദൂത് പറയാം. And so I'm saying this as a prophetic voice this evening. നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ, The city that you live in, നിങ്ങൾ ജനിച്ച പട്ടണത്തിൽ, the city that you were born in, നിങ്ങളുടെ കുടുംബക്കാരായിരിക്കുന്നിടത്ത് the place where your family belongs to, ദൈവം വെളിപ്പെടാൻ പോകുന്ന ചില വിഷയങ്ങൾ, there are places where God is going to manifest. ആ ദേശത്തിന് വരാൻ പോകുന്ന ചില വെല്ലുവിളികൾ, The challenges that those places are going to ആ face, കുടുംബങ്ങൾക്ക് വരാൻ പോകുന്ന ചില the വെല്ലുവിളികൾ, challenges those families are going to face. ദൈവത്തിന് സംസാരിക്കാൻ God wants to talk, നിന്റെ കുടുംബത്തിൽ ആരെയും കിട്ടാത്തത് and കൊണ്ട് because he can't find ഈ anyone in your മസ്കറ്റിൽ family, നിന്ന് വന്ന് he is come to this ദൈവം നിന്നെ Muscat, പൊക്കാൻ and ആഗ്രഹിക്കുന്നു. God wants to choose you here നീയുമായിട്ടൊരു കവനൻ ഉണ്ടാക്കും, to establish a covenant with you, നിന്നോട് ചില ദൂതറിയിക്കാൻ to speak some prophetic എന്റെ voices to ദൈവം you. ആഗ്രഹിക്കുന്നു. This is the desire of my God. എത്ര പേര് അതിന് തയ്യാറാണ്? How many of you are ready for it? നിന്റെ പ്രാർത്ഥനാ മുറി നീ ഒന്ന് തുറക്കുവോ? Can you open your prayer room? പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കാൻ നീ തയ്യാറാണോ? Are you ready to kneel down in your prayer room? ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ I അനുഭവിക്കാം. experience the presence of God. ഞങ്ങൾ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന റൂമിനകത്ത് ആ സാന്നിധ്യം ഇറങ്ങുക. As we are ministering this room, I can feel the thickness of the presence of God. തീർച്ചയായും നിങ്ങൾ ഇരിക്കുന്നിടത്ത് അത് വെളിപ്പെടാൻ പോകുക. I know that it will manifest in the places that you're watching us from. ഇരട്ടി ശക്തിയോടെ അത് അവിടെ Oh, വെളിപ്പെടും. let it manifest with double fold strength. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിന്നോടൊരു കവനൻ ഉണ്ടാക്കാൻ, Covenant that God wants to make to you for your ആ generations. വാക്കുകൾ വീണ്ടും വീണ്ടും ദൈവനോട് ആവർത്തിക്കാൻ God പറഞ്ഞു. wants me to repeat that again. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു കവനൻ A ഉണ്ടാക്കാൻ. covenant for your generation. നിന്റെ തലമുറ അർഹരല്ല. Maybe your generation is not worthy for it. നിന്റെ തലമുറ ഈ ഗ്രേസിന് അർഹരല്ല. Maybe your generation is not worthy of this നിന്റെ grace. ഭാര്യ ഇതിന് അർഹയല്ല. Maybe your wife is not worthy of നിന്റെ it. ഭർത്താവ് ഇതിന് അർഹയല്ല. Maybe your husband is not നിന്റെ worthy of it. കുടുംബക്കാർ ഇതിന് അർഹയല്ല. Maybe your family members is not പക്ഷെ worthy of ദൈവം it. നിന്നോടൊരു കവനൻ ഉണ്ടാക്കാൻ പോവാ. But God is establishing a covenant with you. ഇതല്ലേ അബ്രഹാമിന്റെ മുമ്പിൽ ദൈവം ചെയ്തത്? And this is what God did to Abraham. അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്ത്, His brother's son Lot. അവൻ സോദോമില. He's in Sodom. ദൈവം സോദോമിനെ നശിപ്പിക്കാൻ പോവാ. And God is going to destroy Sodom. പക്ഷേ സോദോമിലോട്ടല്ല ദൈവം പോകുന്നത്. But he does not go to Sodom അവൻ first. അബ്രഹാമിന്റെ വീട്ടിലെത്തുന്നു. He comes to Abraham's house അബ്രഹാമിനോട് ആ മെസ്സേജ് കൺവേ ചെയ്യുന്നു. and conveys the message to Abraham. അവിടെ കവനൻ ഉണ്ടാക്കാൻ പോവാ അബ്രഹാം. And he is going to establish a covenant with എന്തോ Abraham. ബന്ധമാ അത്? What a relationship that is. അബ്രഹാം ചോദിക്കുന്നത് 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കോ? Abraham says, if there is 50 people, will you destroy? സ്വർഗം പറഞ്ഞില്ല. Heaven says no. ലോത്തിന് വേണ്ടി വധിച്ചു, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ. And then he started debating for Lot and says, even if there is one person. ഇപ്പൊ ദൈവം പറഞ്ഞില്ല. God says no. അപ്പോൾ അബ്രഹാമിന് മനസ്സിലായ ലോത്ത് നീതിമാനല്ല. And that's when Abraham realized that Lot is not a righteous person. അപ്പോൾ ദൈവത്തോട് ഒരു കവനൻ ഉണ്ടാക്കുന്നു. And then he makes a covenant with God. ദൈവം പറയുന്നു, നിന്നെ ഓർത്ത് ഞാൻ അവനെ തൊടത്തില്ല. God says, I will remember you and not touch Lot. അവനെ മാത്രമല്ല, Not just him, അവന്റെ കുടുംബത്തെ മൊത്തം. his entire family. ഇവിടെ ഒരു അബ്രഹാമിനെ ഓർത്തിട്ട് ഒരു കുടുംബത്തെ മൊത്തം പുറത്തെടുക്കാൻ. Oh, just remembering Abraham, he is rescuing a whole family. സിമ്പിൾ വാക്കല്ല. It's not a simple word. നമ്മുടെ പിതാവ് അബ്രഹാം, Abraham is our father. വിശ്വാസികളുടെ പിതാവ്. He is the father of believers. അവന് ദൈവം കൊടുത്ത മുഴുവൻ വാഗ്ദത്തങ്ങളുടെ അവകാശികളാണ് നമ്മൾ. Oh, we are inheritors of all the promises made to Abraham. അങ്ങനെയെങ്കിൽ If that is true, അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തി നിമിത്തം because of Abraham, അവന്റെ ബന്ധത്തിലുള്ള സഹോദരന്റെ മകന്റെ കുടുംബത്തെ എന്റെ ദൈവം if പുറത്തെടുത്തെങ്കിൽ, God can rescue Abraham's brother's son's family, നീ നിമിത്തം
Because of you, നിന്റെ കുടുംബത്തിൽ ചിലതിനെ പുറത്തെടുക്കാൻ കഴിയും. God will be able to save people from your family. നിന്റെ അധരത്തിനകത്ത് അവരുടെ സൗഖ്യം വെച്ചിട്ടുണ്ട്. God has kept their healing in your mouth. നിന്റെ അധരത്തിനകത്ത് അവരുടെ വിടുതൽ വെച്ചിട്ടുണ്ട്. God has kept their deliverance on your tongue. നിന്റെ അധരത്തിനകത്ത് അവരുടെ ബന്ധനം അഴിക്കാനുള്ള അധികാരം God has വെച്ചിട്ടുണ്ട്. kept the authority to break their bondage on your tongue. അതുകൊണ്ട് ദൈവം നീയുമായിട്ടൊരു നിയമം സ്ഥാപിക്കാൻ And so ആഗ്രഹിക്കുന്നു. God desires to establish a covenant with you. ദൈവം നീയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. God desires to establish a relationship with you. എത്ര പേർക്ക് ഈ ദൂത് അങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെന്ന് How many of you എനിക്കറിയില്ല. are able to understand this prophetic voice this നിങ്ങൾ evening? വെറുതെ ഇത് കേട്ടോണ്ടിരിക്കല്ലേ. Don't just be mere listeners. കഴിയുമെങ്കിൽ അന്യഭാഷ പറഞ്ഞ് ഇത് If you ഏറ്റെടുത്താട്ടെ. can speak in tongues and accept നിങ്ങളുടെ this വാ word, കൊണ്ട് അത് വിളിച്ചു പറ. open up your mouth and declare it. എനിക്ക് ദൈവവുമായിട്ടൊരു നിയമം ഉണ്ടാക്കണം. I want to establish a covenant with ഒരു Jesus. കവനന്റ് എനിക്ക് I want ദൈവവുമായിട്ടുണ്ടാക്കണം. to establish a covenant with God. അബ്രഹാമിനോട് കവനന്റ് ഉണ്ടാക്കിയ ദൈവം, The God who made covenant with Abraham. അബ്രഹാമിന്റെ അപ്പനായ നോഹയോട് കവനന്റ് ഉണ്ടാക്കിയ The God ദൈവം. who made covenant with Noah was the father of Abraham. അങ്ങനെയെങ്കിൽ ഞങ്ങളുമായിട്ട് കവനന്റ് ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. And which means that God is able to make a covenant with us. ക്രിസ്തു മുഖാന്തരം നമ്മളോട് കവനന്റ് ഉണ്ടാക്കിയവൻ പിതാവായ ദൈവം. Oh, God made a covenant with us through Christ. അങ്ങനെയെങ്കിൽ If that's true, ഈ കർത്താവിന്റെ കവനന്റ് this covenant of God ചിലർ പുറത്തു വരാൻ കാരണമാട്ടെ. will become the reason for the deliverance of നീ others. നിമിത്തം Because of you, ചിലർ പുറത്തു വരട്ടെ. some people will be delivered. നീ നിമിത്തം Because of you, ചിലരുടെ ബന്ധനം അഴിയട്ടെ. some people's bondage will be നീ നിമിത്തം broken. Because of you, ചിലരുടെ ശാപം പൊട്ടട്ടെ. some curses will be broken. നീ നിമിത്തം Because of you, ചില കോപങ്ങൾ മാറിപ്പോട്ടെ. oh, some anger will be vanished. നീ നിമിത്തം Because of you, ദൈവത്തിന്റെ കരം ഭാരമാകേണ്ടവൻ വിടുവിക്കപ്പെടട്ടെ. oh, the hand of God should be heavy, but God will remove that. നീ നിമിത്തം Because of you, ദൈവത്തിന്റെ മനസ്സലിവ് അവരുടെ മേൽ വരട്ടെ. let the compassion of God come upon those നീ individuals. നിമിത്തം Because of അവർ you, ചെയ്ത ദൈവേഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിമിത്തം അവർ തകർന്നു കിടക്കുക. അവർ പുറത്തു വരട്ടെ. let those people who are completely destroyed because they went against the will of God, let them be delivered. ഒന്നുകൂടെ ഞാനത് പറയുന്നു. I say this once again. ദൈവഹിതം വേണ്ട പോലെ മനസ്സിലാക്കാതെ, Not understanding the will of God. അറിയായിരുന്നു ഇത് ദൈവഹിതമല്ലെന്ന്, They know that this isn't the will of God, പക്ഷെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ but they did not give importance to that. തൽക്കാലത്തെ ആവശ്യത്തിന് വേണ്ടി, For temporary needs, തൽക്കാലത്തെ അവരുടെ ബുദ്ധിയുടെ ഇഷ്ടത്തിന് വേണ്ടി, for temporary intellectual needs, അവരോർത്ത വലിയ ലാഭത്തിന് വേണ്ടി they think it's going to bring in much അവരെടുത്ത profit, ചുവടുകൾ and they have taken some steps അത് for അവർക്ക് it, പ്രതിസന്ധിയായി മാറിയെങ്കിൽ, and now that has become a അത് problem അവർക്ക് for them. വെല്ലുവിളിയായി മാറിയെങ്കിൽ, That has become challenge for them. നീയുമായിട്ടൊരു കവനന്റ് ഉണ്ടാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. But God wants to establish a covenant ആ with you, കവനന്റ് നിമിത്തം അവർ പുറത്തു വരട്ടെ. and they will come out, be delivered because of that അവരുടെ covenant. ശാപം പൊട്ടട്ടെ. Their curse will be broken. അവരുടെ ബന്ധനം അഴിയട്ടെ. Oh, their bondages will be broken. എനിക്കറിയത്തില്ല, ഇന്ന് ഈ സന്ധ്യാസമയത്ത് This evening's time, നിങ്ങൾ മസ്കറ്റിൽ ഇരിക്കുമ്പോൾ even when you are sitting in Muscat, ഈ മെസ്സേജ് നിങ്ങൾ ഏറ്റെടുത്ത് as you accept this നിങ്ങൾ word, സ്തോത്രം പറയുമ്പോൾ as you praise for this word, നിങ്ങൾക്ക് വേണ്ടി നാട്ടിൽ ദൈവം അത്ഭുതം നടക്കുക. God, there is miracles happening in your hometown. നിനക്ക് വേണ്ടി മസ്കറ്റിൽ ചില ഏരിയകളിൽ ദൈവം തൊടുക. Oh, God is touching certain areas in Muscat. ദൈവം നിനക്ക് വേണ്ടി നിന്റേതെന്ന് നീ പ്രാർത്ഥിച്ച് മനസ്സിലാക്കിയിട്ട് വഴിമാറിപ്പോയത് നിന്നെ തേടി തിരിച്ചു So the വരിക. things that you know belong to you, but it went away from you, but it is now searching you and coming back to you. നിന്റെ പേപ്പർ ഏതോ മേശപ്പുറത്ത് കിടപ്പുണ്ട്. Your paper is lying on some table. നീ പറഞ്ഞു ഇല്ല, ആ വഴിയില്ല. You said now it is not going to പക്ഷെ ദൈവം happen. ഒരു നിയമത്തെ പൊക്കി അത് പുറത്തു കൊണ്ടുവരാൻ But പോവാ. God is going to establish a covenant and bring that out. അത് നിന്റെ തന്നെ വഴിയാ. And it is your way. നീ തയ്യാറാക. Get ready. Shabarima Ragasya Labaraba Katina Rabalaba Udabaraba Shamdara Ragasya ബ്ലോക്കായി കിടക്കുന്ന ചിലത് Oh, whatever is blocked, നിന്റെ കൈക്കകത്തിരിക്കേണ്ടതാ. oh, it is supposed to come to you. നിന്റെ It is നന്മയ്ക്കകത്തിരിക്കേണ്ടതാ. supposed to be a part of your അത് blessing. നിന്റെ അവകാശമാ. It is supposed to be your inheritance, പക്ഷെ അത് പിടിച്ചു വെച്ചേക്കുക. but it is blocked. അത് ഒതുക്കി വെച്ചേക്ക, മറച്ചു It വെച്ചേക്ക. is suppressed and hidden. ദൈവം നിന്നോടൊരു നിയമം ഇന്നിടുന്നു. But tonight God established a അത് covenant. ദൈവം ഇളക്കി നിന്റെ കയ്യിൽ കൊണ്ടുതരാൻ പോകും. God is going to bring that blessing into your hand. ആ ദേശത്ത് ഒരു നന്മയും നിനക്ക് മുടങ്ങത്തില്ല. Oh, every blessing of that nation will come to your hand. നീ കാല് കുത്തുന്ന ദേശം നിന്റേതാണെന്ന് അബ്രഹാമിനോട് പറഞ്ഞ ദൈവം നിന്റെ ദൈവം. Oh, wherever you put your foot, that I will give you that land is a promise that God made to Abraham, and that God is your God. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? How many of you are able to understand? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I am going to pray for you now.
Shabanaba. കർത്താവ് ചിലരുമായി Rekhamana. ഒരു കരാറിടാൻ ആഗ്രഹിക്കുന്നു. God wants to establish a covenant with some of you. കർത്താവ് ചിലരുമായി കൂട്ടിമുട്ടാൻ ആഗ്രഹിക്കുന്നു. God wants to have an encounter with some of you. ദൈവം ചിലരെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. God wants to visit some of you. നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ വെളിപ്പെട്ട അതേ ശബ്ദം ഇന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. The voice of God that came into your house long back is now desiring to manifest in your life. ചില വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നോട് സംസാരിച്ച അതേ ശബ്ദം The voice of God that spoke to you few years back when you were in a critical position. ഇപ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശബ്ദമായി വെളിപ്പെടാൻ പോകും. And now that voice is going to manifest as a voice that is going to work on your behalf. ഒന്നുകൂടെ പറയുന്നു. I'm going to say this once വർഷങ്ങൾക്ക് again. മുമ്പ് നിന്റെ ക്രിട്ടിക്കൽ സമയത്ത് Years before, during a critical നിന്നെ time of yours, ആശ്വസിപ്പിക്കുന്ന ശബ്ദമായി അത് വന്നെങ്കിൽ this voice came to you as a voice of comfort. ഇന്ന് നിനക്ക് വേണ്ടി ആ ശബ്ദം This very moment, that voice is coming to you പ്രവർത്തിക്കുന്ന ശബ്ദമായി വെളിപ്പെടുക. as a voice that will act on your behalf. ദൈവത്തിന് അതിന് നിന്നെ വേണം. And God needs you. നീയുമായിട്ട് കരാറുണ്ടാക്കണ്ട. He wants to establish a covenant with you. ആ കവനന്റെ റിസൾട്ട് ചിലപ്പോൾ നിന്റെ തലമുറയ്ക്ക്, The result of that covenant may be for your generation. ആ കവനന്റെ റിസൾട്ട് നിന്റെ മാതാവിനാ, Maybe that result of that covenant may be for your mother, അത് ഒരുപക്ഷെ നിന്റെ ഭാര്യയ്ക്കായിരിക്കും, or maybe for your wife, ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കൾക്കായിരിക്കും. maybe for your parents. അത് ആർക്കാണെന്ന് ദൈവം നിന്നോട് കൽപ്പിക്കുന്ന ദിവസം And whoever the deliverance is for, God will command that over your life. നീ മുഖാന്തരം Because of you, ഒരു ഫേവർ, ഒരു ഗ്രേസ് നിനക്കുള്ളവർക്ക് വേണ്ടി വെളിപ്പെടാൻ പോവാം. because of you, a favor, a grace is going to manifest over the people that belongs to you. അതുകൊണ്ട് ദൈവം നീയുമായിട്ട് കണക്ട് ആകാൻ And ആഗ്രഹിക്കുന്നു. so God wants to connect with you നീയുമായിട്ടൊരു കവനന്റ് ഇടാൻ, so that He can establish a covenant നീയുമായിട്ടൊന്ന് with you, കൂട്ടിമുട്ടാൻ, so that He can have an encounter with you, നീയുമായിട്ടൊന്ന് വിസിറ്റ് ചെയ്യാൻ so that He can visit you. ദൈവം ആഗ്രഹിക്കുന്നു. God desires that out of you. പ്രാർത്ഥിച്ചാട്ടെ. Let's pray. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, Our Heavenly Father, ഞങ്ങളെ വലിയ ഒരു ദൈവ പദ്ധതിയിലേക്ക് കൊണ്ടുവന്ന നിന്റെ ശബ്ദത്തിനായി സ്തോത്രം. thank you, Lord, that you have brought us because of a great purpose that you had for us. ഞങ്ങൾ Lord. അർഹിക്കാത്ത ദൈവിക കണക്ഷനിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിന് നന്ദി. Thank you, Lord, that you have brought us to a divine connection with you, a thing that we were not worthy of, Lord. ഞങ്ങൾ ഈ മരുഭൂമിയിലായിരിക്കുമ്പോൾ, Even when we are in this wilderness, Lord, ഞങ്ങൾ ഈ മസ്കറ്റിലായിരിക്കുമ്പോൾ as we are in this musket, oh ഞങ്ങൾ Lord, ഒറ്റപ്പെട്ടു എന്ന് ചിന്തിച്ചു. sometimes we felt that we are alone. ഞങ്ങളുടെ കഷ്ടപ്പാട് മാറുന്നില്ലെന്ന് We തീരുമാനിച്ചു. thought that our problems are not going to go ഇതിന് away. വർഷങ്ങൾ ഞങ്ങൾ അനുഭവിച്ചേ പറ്റുമെന്ന് Oh, ചിന്തിച്ചു. we are going to struggle for years together. പക്ഷേ ലോകത്തിൽ പലരും ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത, But things that people desired but they couldn't get, ഈ ജനറേഷനിൽ പലർക്കും ലഭിക്കാത്ത thing that many people in this generation couldn't get. ദൈവത്തിന്റെ കണക്ഷൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതിനാൽ സ്തോത്രം. We thank you that the connection of God is ready for us. ദൈവം കൂട്ടിമുട്ടാൻ പോകുന്നതിനാൽ സ്തോത്രം. Thank you for the encounters of God. ദൈവത്തിന്റെ വിസിറ്റേഷനായി സ്തോത്രം. Thank you for the visitation of God. ദൈവമേ, ഞങ്ങളുമായിട്ട് ഒരു കവനന്റ് ഇടാൻ വരുന്നതിനാൽ സ്തോത്രം. Thank you that you're coming to establish a covenant with us, Lord. അപ്പ ഞങ്ങൾ യോഗ്യരല്ല, Lord, we are not worthy, പക്ഷെ നിന്റെ വചനം ഞങ്ങളെ അതിലേക്ക് കൊണ്ടുപോകുന്നതിനാൽ സ്തോത്രം. but thank you that your word is leading us to a place like this. നിന്റെ കൃപ ഞങ്ങളെ അതിലേക്ക് കൊണ്ടുപോകുന്നതിനാൽ സ്തോത്രം. Thank you that your grace is leading us to a place like നിന്റെ this. സാന്നിധ്യം ഞങ്ങളെ അതിലേക്ക് കൊണ്ടുപോകുന്നതിനാൽ Thank you that your presence is leading us to a place like this. കർത്താവ് ഞങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണിയതിനാൽ സ്തോത്രം. Thank you for counting us as a people that are worthy, Lord. ഞങ്ങൾക്ക് ആ ഏതെനിലോട്ടല്ല പോണ്ട്, We don't want to go back to that Eden, Lord. ക്രിസ്തു ഒരുക്കുന്ന ആ ഭവനത്തിലേക്ക് ഞങ്ങൾക്ക് We want to go to the home that Jesus is building for us. അതുകൊണ്ട് ഏതെനിലെ സന്തതിയല്ല ഞങ്ങൾക്ക് ആകണ്ട്. So we don't want to become a son that was in Eden, Lord. ഞങ്ങൾക്ക് ക്രിസ്തുവിനോട് കൂടെ വസിക്കുന്നത് We സന്തതിയാണ്. want to become a son that can dwell with Jesus Christ. പ്രാർത്ഥന കേട്ടതിനാൽ Thank you for hearing our prayers. ഇവരുടെ ജീവിതത്തിൽ ഈ ആഴ്ച എന്നല്ല, തുടർന്നുള്ള എല്ലാ കാലങ്ങളിലും ഈ വിസിറ്റേഷൻ ഉണ്ടാകട്ടെ.
Daddy, let this visitation be a recurring occurrence, not just this week, but for the days to come, O Lord. ഈ കൂട്ടിമുട്ടലുണ്ടാകട്ടെ. Let this encounter be a regular thing, O ദൈവം Lord. ഇവരുമായിട്ട് ഒരു കവനന്റ് ഉണ്ടാക്കട്ടെ. God, establish your covenant with them, Lord. പ്രാർത്ഥന ദൈവം കേട്ടതിനാൽ Thank you for hearing our prayers. മഹത്വം അങ്ങേക്ക്. All glory and honor to you. യേശുവിന്റെ In നാമത്തിൽ Jesus' name we pray. Amen, 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 amen. ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. I know that Lord spoke to you. ഈ വചനത്തിൽ നിന്നുള്ള ടെസ്റ്റിമണികൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. I desire to hear testimony through about this word. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ If God gives us an opportunity, അടുത്ത ആഴ്ച നിങ്ങളോട് പേഴ്സണലി കണക്ട് ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I desire to meet you personally next week. അതുകൊണ്ട് അതിനുള്ള ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. And I will give you the information related to that. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you. കർത്താവ് വരാറായി. God is about to come. നമുക്കൊരുങ്ങാം. Let's get ready. God bless you. God bless you.